കഹ്ഫിന്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞ ദുൽഖർനൈൻ ചക്രവർത്തി ഓ നബിയേ, ദുൽഖർനൈൻ ചക്രവർത്തിയെ കുറിച്ച് ആരെങ്കിലും അങ്ങയോട് വന്ന് ചോദിച്ചാൽ അവരോട് പറയണേ നബിയേ, ആരാ ദുൽഖർനൈൻ? ആരാ ആ ദുൽഖർനൈൻ ചക്രവർത്തി? ലോകാവസാനത്തിൽ ഞാൻ ആ സംഭവം ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരാ ദുൽഖർനൈൻ ചക്രവർത്തി? ആരാ? അദ്ദേഹം കിഴക്കോട്ടൊരു യാത്ര നടത്തി, പടിഞ്ഞാറോട്ടും ഒരു യാത്ര നടത്തി എന്ന് വിശുദ്ധ ഖുർആൻ. തന്റെ 10,000 പട്ടാളക്കാരുമായി ഫലസ്തീനിൽ നിന്ന് 12 വർഷം സഞ്ചരിച്ച് കിഴക്കോട്ട് സഞ്ചരിച്ച ആളാണ് ദുൽഖർനൈൻ ചക്രവർത്തി. അവിടെ നിന്ന് പിന്നെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്. അദ്ദേഹം കിഴക്കോട്ട് സഞ്ചരിച്ചു അത്രേ. തന്റെ പ്രിയപ്പെട്ട 10,000 പട്ടാളക്കാരുമായി കിഴക്കോട്ട് സഞ്ചരിച്ചു. ഫലസ്തീനിൽ നിന്ന് 12 വർഷം സഞ്ചരിച്ചിട്ടാണ് ദുൽഖർനൈൻ ചക്രവർത്തി കിഴക്കെത്തിയത്. ആരാ ദുൽഖർനൈൻ? ആരാ? ആ ദുൽഖർനൈൻ ചക്രവർത്തിയുടെ 10,000 സദസ്സിന്റെ മുൻഭാഗത്ത് ദുൽഖർനൈന്റെ കൊടിയും പിടിച്ചുകൊണ്ട് നടന്നു പോയ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം. ആരാ ഖിദർ നബി? ആരാ? ലോകം മടക്കി സഞ്ചരിച്ച, ലോകം മുഴുവനും തന്റെ 10,000 പട്ടാളക്കാരുമായി സഞ്ചരിച്ച ദുൽഖർനൈൻ ചക്രവർത്തിയുടെ പട്ടാളത്തിന്റെ മുൻഭാഗത്ത് ആ പട്ടാളത്തിന്റെ കൊടിയും പിടിച്ചുകൊണ്ട് സഞ്ചരിച്ച ലോകം കണ്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഖിദർ നബിയാണോ നബി അല്ലയോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. നബിയാണോ അല്ല നബി അല്ലേ? ഏതായാലും അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുക പ്രബലമായ അഭിപ്രായം നബിയാണെന്ന്. കാരണം അള്ളാഹു ഖിദർ നബിയെ കുറിച്ച് പറഞ്ഞത് വആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ, ഞാൻ എന്റെ റഹ്മത്ത് കൊടുത്ത ആളെന്നാണ്. ആ റഹ്മത്ത് ഖുർആൻ ഉപയോഗിക്കുന്നത് നുബുവത്തിന്റെ മാനിക്കാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അതുകൊണ്ട് റഹ്മത്ത് പറഞ്ഞത് കൊണ്ട് നബിയാന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങോട്ട് നോക്കാം മച്ചന്മാരെ, ശ്രദ്ധ മാറരുത്. ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതം പറയാൻ പോവുകയാണ്. ഈ ദുൽഖർനൈൻ ചക്രവർത്തിയുടെ പട്ടാളത്തിന്റെ മുൻഭാഗത്ത് ദുൽഖർനൈന്റെ കൊടിയും പിടിച്ചുകൊണ്ട് നടന്ന ആളാണ്. ആരാണ്? ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം. ദുൽഖർനൈൻ ചക്രവർത്തി കിഴക്കോട്ടൊരു യാത്ര ചെയ്തു, പടിഞ്ഞാറോട്ടൊരു യാത്ര ചെയ്തു എന്ന് ഖുർആൻ. എന്തിനാണ് ഇദ്ദേഹം കിഴക്കോട്ട് പോയതെന്ന് പറഞ്ഞിട്ടില്ല ഖുർആൻ. ഒരാള് ലോകം മുഴുവനും അടക്കി, ലോകം മുഴുവനെ സഞ്ചരിച്ച ആളാണ് ദുൽഖർനൈൻ. ലോകം മുഴുവനും അടക്കി ഭരിച്ച 4 ആളുകളെ ലോക ചരിത്രത്തിൽ കടന്നുപോയിട്ടുള്ളൂ. ഒന്ന് ദുൽഖർനൈനാണ്, 2 നബിയുല്ലാഹി, ലോകം അടക്കി ഭരിച്ചാൽ നബിയുല്ലാഹി, രണ്ടാമത്തെ ആളെ പറ നബിയുല്ലാഹി, ഉറക്കം പറ നബിയുല്ലാഹി സുലൈമാൻ. ലോകം മുഴുവനും സുലൈമാൻ നബി അടക്കി ഭരിച്ചതാ. അപ്പൊ ഇന്ത്യ ആര് ഭരിച്ചിട്ടുണ്ട്? ആരാധനയുടെ ഭാഗമായിട്ട് 40 മീറ്റർ നീളമുള്ള തുണിയും കെട്ടിയിട്ട് ഭരിക്കണം മൻമോഹൻ സിംഗ് മാത്രമല്ല. മൻമോഹൻ സിംഗ് ഇരിക്കുന്ന ഏത് കസേരയില? സുലൈമാൻ നബി ഭരിച്ച കസേരയാണ് ഇന്ത്യയുടെ കസേര. ആ സുലൈമാൻ നബി ഭരിച്ച കസേരയിൽ അള്ളാഹു മോഡിയെ ഇരുത്താതിരിക്കട്ടെ. ആമീൻമാരെ, അള്ളാഹുടെ ഇരുത്താതിരിക്കട്ടെ. ഇനി മോഡി പ്രധാനമന്ത്രിയായി നോക്കിയിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. കാരണം ഫിറഔന്റെ കൊട്ടാരത്തിലാണ് മൂസാ നബി ദീൻ വളർത്തിയത്. മോഡി പ്രധാനമന്ത്രിയായി നമ്മൾ കുറച്ചുകൂടി നല്ല മുസ്ലിങ്ങളാവും. മോഡി പ്രധാനമന്ത്രിയായി നമ്മൾ കുറച്ചുകൂടി നന്നാവും. അപ്പൊ അതുകൊണ്ട് മോഡി ആയാലേ മുസ്ലിങ്ങൾ നന്നാവും. ഞാൻ ഓപ്പോസിറ്റ് മൈൻഡാണ് എന്റെ പ്രിയ. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകം അടക്കി ഭരിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. കേരളത്തിൽ നിന്ന് തേക്ക്. സുലൈമാൻ നബിക്ക് വലിയ വാർത്താവിനിമയ ശൃംഖല ഉണ്ടായിരുന്നു. സുലൈമാൻ നബിക്ക് 2 തുറമുഖം ഉണ്ടായിരുന്നു. അതിൽ ഒരു തുറമുഖം കേരളത്തിലായിരുന്നു. അതിന്റെ പേര് ബാഫാർ എന്നായിരുന്നു. ആ ബാഫാർ ആണ് ഇന്നത്തെ ബേപ്പൂർ. രണ്ടാമത്തേത് കറാച്ചിയിലാണ്. അന്ന് കറാച്ചി ഇന്ത്യയുടെ ഭാഗമായിരുന്നു. 2 തുറമുഖം സുലൈമാൻ നബി കേരളവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾ എനിക്ക് വട്ടാന്നൊന്നും പറയണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മൾ കുളിക്കണ കട്ടൻ ചായക്ക് നമ്മൾ എന്തെന്ന് പറയും? സുലൈമാൻ നബി കണ്ടുപിടിച്ചോണ്ടാണ് സുലൈമാനി എന്ന് പേര് വന്നത്. യുദ്ധത്തിന് പോകവേ ക്ഷീണം വന്നപ്പോ വഴിയരികിൽ വിശ്രമിച്ചു.
ഒരില കുടിക്കാനൊക്കെ ഒരു ഇല കിട്ടി, ഇലയിട്ട് വെള്ളത്തിലിട്ടു, അത് കുടിച്ചപ്പോൾ ഉന്മേഷമുണ്ടായി, പിന്നീട് അത് ഉപയോഗിക്കപ്പെട്ടു വ്യാപകമായി. അതായിരുന്നു തേയില. അതുകൊണ്ടാണ് അറബികൾ ഇന്ന് സുലൈമാനിയെ കുടിക്കും, പാൽ കുടിക്കില്ല. അത് നമ്മളെ കുടിക്കൂ. കാരണം പാലിൽ ചായ കുടിക്കൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. അല്ലേ ഡോക്ടറെ? എന്ത് അല്ലേ? പാലൊഴിച്ചിട്ട് കുടിക്കൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. സുലൈമാനിയാണ് അസില്. അവിടെ കട്ടൻ ചായ കുടിക്കലാണ് അഫ്ദല്. പാല് കച്ചവടക്കാർ എന്നോട് കോപിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അടക്കി ഭരിച്ച ദുൽഖർനൈൻ ചക്രവർത്തി ലോകം മുഴുവനും ഒന്ന് സഞ്ചരിച്ചു. അദ്ദേഹം എന്തിനാ സഞ്ചരിച്ചത്? ഒരാള് ഒരു ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കണമെങ്കിൽ അതിന് രഹസ്യം ഉണ്ടാവൂല്ലോ, ഇല്ലേ? അപ്പൊ അദ്ദേഹം എന്തിനാ ഈ ഖിദർ നബി മുമ്പിൽ പതാകയും പിടിച്ച്, സൂറത്തുൽ കഹ്ഫാണ്, ഖുർആനാണ്, ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രീതിയിൽ. JCB മാറിപ്പോണ കണ്ടാലും പേടിക്കുന്ന എത്ര നാളായിട്ട് കുട്ടികൾ കഷ്ടപ്പെടുന്നവരോ അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കട്ടെ. അദ്ദേഹം ലോകം മുഴുവന് കിഴക്കോട്ട് സഞ്ചരിച്ചതും പടിഞ്ഞാറോട്ട് കിഴക്കോട്ട് സഞ്ചരിച്ചത് ഒരു രഹസ്യം തേടിയിട്ടാണ്. ആ രഹസ്യമാണ് ഇൻഷാ അല്ലാഹ്. ആ രഹസ്യമാണ് ദുൽഖർനൈൻ ചക്രവർത്തി. ആരാ ദുൽഖർനൈൻ? ധാരാളം അനുഗ്രഹം കൊടുത്ത മനുഷ്യനാണ് ദുൽഖർനൈൻ. ഏതുവരെ ആരാ ദുൽഖർനൈൻ എന്നറിയോ? ആ ദുൽഖർനൈൻ ചക്രവർത്തി തീയിലൂടെ അകത്തോട്ട് കടന്നു പോയാൽ ദുൽഖർനൈന്റെ ഒരു രോമം പോലും കരിയുമായിരുന്നില്ല. തീക്കുണ്ടത്തിലേക്ക് നടന്നിറങ്ങിയാൽ ഒരു രോമം പോലും കരിയാതെ തീക്കുണ്ടത്തിൽ നിന്നിറങ്ങി വന്ന ആളാണ് ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ. ആ ദുൽഖർനൈന് പാതിരാത്രിയിലെ കണ്ണ് കാണുമായിരുന്നു. എത്ര കൂരിട്ടുണ്ടെങ്കിലും രാത്രിയിൽ കാഴ്ചയുണ്ടായിരുന്ന ലോകം കണ്ട മാനാണ് ദുൽഖർനൈൻ ചക്രവർത്തി. ആ ദുൽഖർനൈന് അല്ലാഹു ധാരാളം മലക്കുകളെ കാവലായി കൊടുത്തുവത്രേ. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ഏറ്റവും വലിയ കാവലായി കൊടുത്ത ഒരു മലക്കുണ്ടായിരുന്നു. ആ മലക്കിന്റെ പേരാണ് സുറാഫീൽ. ദുൽഖർനൈൻ ചക്രവർത്തിക്ക് അല്ലാഹു ധാരാളം മലക്കുകളെ കൊടുത്തിട്ടുണ്ട്. ആ സംരക്ഷകരായി കൊടുത്ത മലക്കുകളാണ്. ആ മലക്കുകൾപ്പെട്ട പ്രധാനപ്പെട്ട ദുൽഖർനൈനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള മലക്കാണ്. ആ മലക്കിന്റെ പേരാണ് സുറാഫീൽ. എന്തെന്നാണ്? ഇസ്രാഫീൽ അല്ല, സുറാഫീൽ. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗരക്ഷകനായ കാവലായി കൊടുത്ത മലക്കായിരുന്നു സുറാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു ദിവസം ദുൽഖർനൈൻ ചക്രവർത്തി സുറാഫീലിനോട് ചോദിച്ചു, സുറാഫീലെ, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ ദീർഘായുസ്സ് കിട്ടാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം നിനക്കറിയുമോ സുറാഫീൽ? എനിക്ക് ഖിയാമത്ത് നാൾ വരെ ഈ ഭൂലോകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നീ ആകാശത്തിലെ രഹസ്യങ്ങൾ അറിയുന്നവനല്ലേ സുറാഫീലെ? എനിക്ക് നീ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരാൻ കഴിയോ? ആ സമയത്ത് സുറാഫീൽ ചോദിച്ചു അത്രേ, എന്തിനാ ഇത്രയും കാലം ദീർഘായുസ്സോടെ ജീവിക്കുന്നത്? എന്തിനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എന്തിനാ ദീർഘായുസ്? എന്തിനാ? അഹ്മദ് കബീർ വാക്കവി വഴുതു പറയും, ഉസ്താദേ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യണം. എന്തിനാ? കച്ചവടം ചെയ്യാനല്ല, ഈ ഭൗതികമായ ലോകത്തിന്റെ ആശകളെ സഫലമാക്കാനല്ല. എന്റെ സ്വന്തം മക്കള് കൈപിടിച്ചിട്ടൊന്ന് കല്യാണം പിടിച്ചു പോകുന്നത് കാണാ, എന്റെ പൊന്നുമക്കള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ, നമുക്കൊക്കെ ദീർഘായുസ് കിട്ടാൻ ദുആ ചെയ്യുന്നതിന് 1000 ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ദുൽഖർനൈൻ ചക്രവർത്തി പറഞ്ഞു അത്രേ, എനിക്ക് സുറാഫീലെ എന്തിനാ എനിക്ക് ദീർഘായുസ് എന്നറിയോ? അലാത്തില്ല, അതുവരെ എനിക്ക് റബ്ബിനെ ഇബാദത്ത് ചെയ്യാമല്ലോ, അതുവരെ എനിക്ക് അല്ലാഹുവിനെ ദിക്ർ ചെയ്യാമല്ലോ. എന്റെ പടച്ച റബ്ബിനെ ആരാധിച്ച് അവസാനം വരെ ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാമല്ലോ. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ 20 കഴിഞ്ഞവരെ, 40 കഴിഞ്ഞവരെ, പൊന്നുമോനെ, ഒരു ദിവസം കൂടി ഭൂമിയിൽ ആയുസ് കിട്ടിയാൽ ആ ആയുസ് ആർക്കു വേണ്ടിയാണ്? ഇലാ താഅത്തില്ല. ഒരു ദിവസം എത്ര ദിക്റെല്ലാം കഴിഞ്ഞു, ഒരു ദിവസം എത്ര ഖുർആൻ ഓതാൻ കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു ദിവസം എന്ത് ചെയ്യാൻ കഴിഞ്ഞു? എന്താണ് ചെയ്യാൻ കഴിഞ്ഞത്? മാനസ വീണ കാണലല്ല, മാന്ത്രിക ചപ്പ് കാണലല്ല, മാണിക്ക ചപ്പ് കാണലല്ല, മസാലയും മതാരസയും
നിരാശയും മാത്സര്യവും കാണാനല്ല. അല്ലാഹുവേ എനിക്കൊന്ന് ദീർഘായുസ് കിട്ടിയ അതുവരെ എനിക്ക് നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാമല്ലോ. അതിനു വേണ്ടിയാണ് സുറാഫീലെ ഞാൻ ചോദിക്കുക. അല്ലാതെ നമ്മളെ പോലെ ഒടുക്കത്തെ അത്യാഗ്രഹത്തിനല്ല, ഈ ഭൂമിയെ വെട്ടിപ്പിടിക്കാനല്ല, എല്ലാം തന്നിലേക്ക് എടുക്കാനല്ല. ഒരു സൂര്യോദയം കൂടി കാണാൻ കഴിഞ്ഞാൽ വലമ്മന കളല്ലയ്യാമോ മിന്തോലി ഗഫിലതീ യാ മാലി മഗ്റൂരിൽ വഅമാലി സല്ലതീ. എന്റെ ദിവസങ്ങൾ ഇങ്ങനെ കൊടിഞ്ഞു പോവുകയാണ്. പക്ഷേ എനിക്ക് ദിക്റില്ലല്ലോ, എനിക്ക് സലാത്തില്ലല്ലോ, 5 വഖത്ത് നിസ്കാരമല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. അതിനൊരു വിരാമം കുറിക്കാനാണ് അവസാനം വരെ ഇരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു മാന്ത്രിക ചെപ്പ് തുറന്നു തരാം. ഈ സദസ്സിന്റെ അവസാനം വരെ ഇരുന്നാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും വിലപ്പെട്ട ദിവസമായി മാറും. അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുറാഫീൽ പറഞ്ഞു അത്ര എനിക്കറിയില്ല, ഞാനെന്ന് ആകാശത്തേക്ക് കടന്നു പോകട്ടെ, അവിടെ പോയി അന്വേഷിക്കട്ടെ. സുറാഫീൽ എന്ന മലക്ക് ആകാശത്തേക്ക് കടങ്ങിപ്പോയത്രേ. രഹസ്യങ്ങളുടെ കവാടമായ ആകാശം, പരമരഹസ്യങ്ങളുടെ പാരിതോഷികമായ ആകാശത്തിലേക്ക്. അവസാനം കുറെ നാൾ പിന്നീട് സുറാഫീൽ വന്നില്ല. കുറെ നാൾ പിന്നെ സുറാഫീലിനെ കണ്ടില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോ സുറാഫീൽ എന്ന മലക്ക് ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ചാരത്തെത്തി. എന്നിട്ട് പറഞ്ഞു, സുറാഫീൽ പറഞ്ഞു വെച്ച ദുൽഖർനൈൻ ആകാശത്ത് ഞാൻ അന്വേഷിച്ചപ്പോ അല്ലാഹുവിന്റെ മലായികത്തുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കളിയാക്കേണ്ട ചെറുപ്പക്കാരെ, ഇത് ഹൃദയത്തിന്റെ രഹസ്യമാണ്. അലിഫ് ലാം മീം, രഹസ്യങ്ങളുടെ കലവറ തുറന്ന ഖുർആൻ. അല്ലദീന യുമിനൂന ബിൽ ഗൈബി, പരമരഹസ്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് നാളെ പരലോകമെന്ന് പറഞ്ഞു കൊടുത്ത വിശുദ്ധ ഖുർആൻ. അവിടുത്തെ മലക്കുകൾ എന്നോട് ഒരു വിവരം നിറഞ്ഞുവത്രേ. കിഴക്ക് ഭാഗത്തോട്ട് പോയാൽ ഫലസ്തീനിലാണ് ഈ സംഭവം നടക്കുന്നത്. ഫലസ്തീൻ ചരിത്രത്തിന്റെ മണ്ണാണ്. ഇസ്രായേൽ ഉടുതുമറച്ച ഫലസ്തീൻ, മസ്ജിദുൽ അഖ്സയുടെ ഫലസ്തീൻ, പാവപ്പെട്ട ആട്ടിടയന്മാരായ അറബികളുടെ ഫലസ്തീൻ. ഫലസ്തീനിലാണ് ഈ സംഭവം നടക്കുക. ഇവിടെ നിന്ന് കിഴക്കോട്ട് പോയാൽ അവിടെ അല്ലാഹുവിനൊരു ചെറിയ ജലാശയമുണ്ടത്രേ. ഒരു ഭാഗത്തൊരു ചെറിയ കുളം, ഒരു ചെറിയ ജലാശയമുണ്ടത്രേ. ആ ജലാശയം കിടക്കുന്ന ഭാഗം മുഴുവൻ കൂരിട്ടാണ്. പക്ഷേ ആ ജലാശയത്തിന്റെ വെള്ളം അഹ്ലാമിനൽ അസിലി, അത് തേനിനേക്കാൾ മധുരമേറിയതാണ്. അപ്പിയതുമിനല്ലബരി, പാലിനേക്കാൾ വെളുപ്പ് നിറമുള്ള, തേനിനേക്കാൾ മധുരമുള്ള. അങ്ങനെ കിഴക്കൻ ചക്രവാളത്തിലെവിടെയോ, ഈ ഭൂമിയുടെ കിഴക്കൻ അതിർത്തിയിലെവിടെയോ ഒരു ചെറിയ കുളമുണ്ടത്രേ. ആ കുളത്തിലെ വെള്ളം പാലിനേക്കാൾ വെളുപ്പാണ്. ആ വെള്ളത്തിന് തേനിനേക്കാൾ മധുരമാണ്. ആ വെള്ളമെങ്ങാനും ഒരാള് അതിൽ നിന്നൊരു കുടിനീരെങ്ങാനും ഒരിറക്കെങ്ങാനും ഒരാൾ കുടിച്ചാൽ ദുൽഖർനൈനെ, അവൻ പിന്നീട് ഖിയാമത്ത് നാളെത്തുന്നത് വരെ ആ മനുഷ്യൻ മരിക്കണമേ അല്ലാ, മരിപ്പിക്കണേ എന്ന് പടച്ചറപ്പിനോട് ദുആ ചെയ്താലല്ലാതെ ആ മനുഷ്യന് പിന്നീട് മരണം വരുന്ന പ്രശ്നമില്ല. ആ ജലാശയത്തിലെ ഒരു തുള്ളി വെള്ളം ഒരാൾ കുടിച്ചാൽ അവൻ പിന്നെ മരിക്കണമെന്ന് ആഗ്രഹിച്ചാലല്ലാതെ, പടച്ചറപ്പിനോട് അവൻ പറഞ്ഞാലല്ലാതെ അവന് മരണം വരില്ല. അല്ലെങ്കിൽ ഖിയാമത്ത് നാളാകണമെന്ന് സുറാഫീൽ പറഞ്ഞു അത്രേ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഒരു അതുകൊണ്ടാണ് ഈ ദുൽഖർനൈൻ കിഴക്കോട്ട് യാത്ര ചെയ്തു. ഇത് ഖുർആനാണ്. ഇത് അഹമ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയണല്ല. കിഴക്കോട്ട് ദുൽഖർനൈൻ വെള്ളിയാഴ്ച എഴുന്നിട്ട് ഓതി. വെള്ളിയാഴ്ച ഓതി സുന്നത്താണ് ഈ സൂറത്ത്. അതെന്തുകൊണ്ടാ? ഈ സൂറത്ത് ഭയങ്കര സൂറത്താണ്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗമാണ് വയസ് അലൂനക അന്ത്. ഇനി നിങ്ങൾ ഒരു കഥയും കൂടെ കേട്ടോളൂ. ഖിദ്ർ നബിയുടെ ചരിത്രം പറഞ്ഞിട്ട് പിന്നെ അള്ളാഹ് പറയുന്നത് ദുൽഖർനൈന്റെ ചരിത്രം. അപ്പൊ ഇത് രണ്ടും തമ്മിലൊരു വലിയ ബന്ധമുണ്ട്. ഖിദ്ർ നബിയുടെ കഥ പറഞ്ഞിട്ട് പിന്നെ അടുത്തത് ദുൽഖർനൈന്റെ ചരിത്രമാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അങ്ങനെ ഒരു കുളം, ഈ കുളമാണ്, ഈ കുളത്തിലെ വെള്ളമാണ് പണ്ട് മുതലേ നമ്മുടെ ഉമ്മമാര് പറയുന്ന ഒരു വെള്ളമുണ്ട്, മാഉൽ ഹയാത്ത്, ഹയാത്ത് വെള്ളം. പണ്ടുപോലെ നമ്മുടെ ഉമ്മമാര് പറയും മാഉൽ ഹയാത്ത്, മാഉൽ ഹയാത്ത്. നമ്മൾ പറയില്ല ഹയാത്ത് വെള്ളമായിരിക്കുന്നത്. പണ്ടുപോലെ നമ്മുടെ പഴയ ആളുകൾ പറയും മാഉൽ ഹയാത്ത്. അതാണ് ഈ സാധനം.
ഒന്ന് മനസ്സിലായ? നിങ്ങൾക്ക് അത്ഭുതം വരെ എനിക്കറിയാം, കാരണം ഇത് ദഹിക്കൂല. ഇങ്ങനെയൊക്കെ ഇത് ഒരു മുരിയാരും പറയാത്ത അടുത്ത് ഈ മുരിയാർ പറയണം. അങ്ങനെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ ചക്രവർത്തി തന്റെ സദസ്സ് വിളിച്ചുകൂട്ടി. ധാരാളം ആലിമീങ്ങൾ അവിടെ ഇരിക്കും. ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ ചക്രവർത്തി തന്റെ സദസ്സ് വിളിച്ചുകൂട്ടിയിട്ട് ആലിമീങ്ങളോട് ചോദിച്ചു, കിഴക്കൻ ഭാഗത്ത് എവിടെയോ ഇങ്ങനെ ഒരു വല്ലാത്ത അത്ഭുത വെള്ളത്തെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ആയിരക്കണക്കിന് പണ്ഡിതന്മാരിൽ നിന്ന് ഒരു യുവാവായ പണ്ഡിതൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ദുൽഖർനൈനെ, ഞാൻ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വസിയത്ത് വായിച്ചിട്ടുണ്ട്. ആ വസിയത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളോട് ഇങ്ങനെ ഒരു വെള്ളത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ ഒരു പണ്ഡിതൻ കൂടി പറഞ്ഞപ്പോ ആ സമയത്ത് ദുൽഖർനൈൻ ചക്രവർത്തി തന്റെ പടയാളികളെ ഒരുമിച്ച് കൂട്ടി അവരോട് പറഞ്ഞു, പത്രേ, നമുക്ക് കിഴക്കിലേക്ക് ഒരു യാത്ര ചെയ്യാം. ആ യാത്രയെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ആ ദുൽഖർനൈൻ ചക്രവർത്തി കിഴക്കോട്ട് യാത്ര പോയി. എന്തിനാണ് പോയത്? ഈ വെള്ളം അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ്. ആ വെള്ളത്തിൽ നിന്ന് ഒരിറക്ക് കുടിച്ചാൽ പിന്നീട് അവൻ മരണം ആഗ്രഹിക്കാതെ അവൻ മരിക്കുകയില്ല. ആ സൈന്യത്തിന്റെ മുമ്പിൽ കൊടിയും പിടിച്ചിട്ടാണ് ഖിളർ നബി പോയത്. 16 വർഷമാണ് ഈ യാത്ര തുടർന്നത്. 16 വർഷം ഫലസ്തീനിൽ നിന്ന് 16 വർഷം യാത്ര ചെയ്തു. 16 വർഷം കഴിഞ്ഞപ്പോൾ ഈ കിഴക്കൻ ഭാഗത്തെത്തി. അവിടെ കൂരിരുട്ടിന്റെ ഭാഗത്തെത്തിയപ്പോ ദുൽഖർനൈൻ ചക്രവർത്തി മുമ്പിൽ പോകുന്ന ഖിളറിനോട് പറഞ്ഞു, പത്ര ഖിളറെ പോയി നോക്കുക, ആ ജലാശയം എവിടെയാണെന്ന്. അല്ലാഹുവിന്റെ തീരുമാനം ഖിളറിനാണ്, ദുൽഖർനൈനല്ല. പടച്ചറപ്പിന്റെ തീരുമാനം ഖിളർ നബി ഭൂലോകത്ത് ജീവിച്ചിരിക്കണമെന്നാണ്. ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്രയായി. പരിവാരങ്ങളും ദുൽഖർനൈനും മറുഭാഗത്ത് മാറി നിന്നു. സഹോദരങ്ങളെ, അവസാനം തേടി പിടിച്ചു കൂരിരുട്ടിൽ ഒരു വെള്ളി ഗോപുരം പോലെ പ്രകാശിക്കുന്ന ഈ ജലാശയത്തിന്റെ നടുവിലെത്തി ബഹുമാനപ്പെട്ട ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് കണ്ണമാത്ത ഇതിന്റെ വസ്ത്രമൂരി മാറ്റി ആ വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങിക്കുളിച്ചു. ലോകത്തിന്റെ അത്ഭുതത്തിന്റെ നീറുറവയിൽ ലോകത്തിന്റെ മഹാത്ഭുതം മുങ്ങിക്കുളിക്കുകയാണ്. എഴുന്നേറ്റ് വസ്ത്രമിട്ടു. തിരിച്ചു വരുമ്പോൾ ദുൽഖർനൈനെ കാണാനില്ല. അവരെവിടേക്കോ വഴി തെറ്റിയ ആ സമയത്ത് പോയി കഴിഞ്ഞിരുന്നു. മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് അടക്കമുള്ള പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ആ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചത് കൊണ്ടാണ് ഹയ്യാനി ഫിൽ അർളി ഖദറുൻ സുമ്മ ഇല്യാസു വഫിസ് സമായി കദാ ഈസാ വ ഇദ്രീസു. ലോകാവസാനം വരെ ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദീർഘായുസ് കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ഇത് എന്നിട്ട് മനുഷ്യന്മാരെ പുറത്ത് അകലെ ഇരിക്കുന്ന ആളുകൾ കാണാൻ പോലും പോയി. അത്രയ്ക്ക് സദസ്സ് വിശാലമാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു ഈ സദസ്സിനെ നിലനിർത്തി തരട്ടെ. ഒരു ജലാശയം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലുമുക്കിയ ജലാശയം ഇപ്പോഴും സലാലയിൽ. എന്റെ പറയാ അവര് കഴിഞ്ഞ പ്രാവശ്യം പോയി. ഞാൻ 14-ാം തീയതി പോകുന്നുണ്ട്, ജനുവരി. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലുമുക്കിയെന്ന് ഖുർആൻ പറയുന്ന കുളം ഇപ്പോഴും ഒമാനിലുണ്ട്. ഖുർആൻ പറഞ്ഞ ചരിത്ര സ്ഥലം മുഴുവനും ലോകത്ത് നിന്ന് നിലവിൽ ലഭ്യമാണ്. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ, അങ്ങനെ ഒരു വെള്ളം ഉണ്ടായി പോയി കുളിച്ച പിന്നെ 6666 കൊടുക്കണ്ടല്ലോ. നമ്മുടെ ചിന്ത എന്താ? ശ്രദ്ധ വിടാനേ പാടില്ല. ഇത് വിഷയം ടോപ്പാണ്. അപ്പൊ പിന്നെ നിങ്ങൾ ചിന്തിക്കണം എന്താ, ഉസ്താദെ, പിന്നെ ആ വെള്ളം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ട്, പിന്നെ സർവ്വ ആളുകൾ അവിടെ പോകും. ഈ വെള്ളം കണ്ടാല് ആ കുളം അന്വേഷിച്ച് പോകാത്ത. അമേരിക്കയുടെ റഡാറുണ്ട്. IBM കമ്പനി നിർമ്മിച്ചു കൊടുത്ത റഡാറാണ് പെന്റഗണിൽ അമേരിക്കയുടെ സൈനിക ആസ്ഥാനത്തിൽ ഇരിക്കുക. ആ റഡാർ എടുത്തിട്ട് തിരിച്ചു വെച്ചാൽ അമേരിക്കയിൽ നിന്ന് കിലോമീറ്ററിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കേരള സംസ്ഥാനത്തിലെ തൃശ്ശൂർ ജില്ലയിലെ അകലാട് പഞ്ചായത്തിലെ പഞ്ചായത്ത് കൊടുത്ത ഒരു മൂത്രപ്പരയില് വൈകുന്നേരം ഒരു മനുഷ്യൻ കുളിക്കാൻ വേണ്ടി കയറിയാൽ, മൂത്രമൊഴിക്കാൻ കയറിയാൽ അകലാട് പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുത്ത കക്കൂസിൽ മൂത്രമൊഴിക്കാൻ പോകുന്നവന്റെ അടിവസ്ത്രത്തിന്റെ കളർ പോലും അമേരിക്കയിലെ പെന്റഗണിലെ റഡാറിൽ തെളിയുന്ന അത്രയ്ക്ക് നിന്നെ അതുകൊണ്ടാണ് പൊക്രാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടന്നപ്പോ അപ്പാരറിഞ്ഞു
അമേരിക്ക ഇറങ്ങിയ ആ സമയം. അമേരിക്ക റഡാറിന്റെ പവർ വല്ലാത്ത IBM കമ്പനി, IBM അറിഞ്ഞില്ല? IBM കമ്പനി അറിയാം. നിങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീനില്ല IBM ഇല്ലേ? കുറച്ചും എല്ലാ സൂഫികളാണല്ലോ. അല്ലാഹുവേ, കൈകൊണ്ട് തുണി കൊണ്ട് അലക്കണ പാവത്തുങ്ങളാണല്ലോ പഠിച്ചവര്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഇത്രയും വലിയ റഡാർ ഉണ്ടായിട്ടും, ഇത്രയും വലിയ റഡാർ മനസ്സിൽ ഉറപ്പിക്കും, ഇത്രയും വലിയ റഡാർ ഉണ്ടായിട്ടും എന്നാ പിന്നെ ഈ കുളത്തിലെ വെള്ളം കാണാത്തത് എന്താ? നമ്മൾ അങ്ങനെ ചിന്തിക്കും. ഞാനടുത്ത് അത് തന്നെ പറഞ്ഞു, 40 പേര് കൂടുന്നിടത്ത് ദുആ സ്വീകരിക്കുന്ന ഒരു വലിയ ഉണ്ടാവും. മഹാന്മാര് 40 പേരുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ദുആ സ്വീകരിക്കുന്ന ഒരു വലിയ ഉണ്ടാവും. ഒരു ചെറുപ്പക്കാരനോട് ഉസ്താദെ അങ്ങനെ 40 പേരുള്ളിടത്ത് ഒരു വലിയ ഉറപ്പാണ്. നമ്മൾ അബ്ബേ, അപ്പൊ സൂര്യനെല്ലി പെൺവാണിപ്പ് കേസിൽ 40 പേരുണ്ട്, അപ്പൊ അതിലൊരാൾ വലിയായിരിക്കുമല്ലോ. അവന്റെ ചിന്ത പോയത് ആ വഴിക്കാണ്. 40 തെമ്മാടികൾ കൂടുന്നെടുത്തൊരു വലിയ ഉണ്ടെന്നില്ല, 40 മുഅ്മിനീങ്ങൾ കൂടുന്നെടുത്ത്. അപ്പൊ മുഅ്മിനാണെങ്കിൽ പിന്നെ ആ പണിക്ക് പോകില്ലല്ലോ സൂര്യൻ. അതിനകത്ത് 40 പേരാണ്, അപ്പൊ അതിൽ ഒരാൾ ആരായിരിക്കും? ഇങ്ങനെ തലതിരിഞ്ഞ കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. എന്റെ ഉമ്മാനെ വാപ്പാ കെട്ടാക്കി, വാപ്പാടെ ഉമ്മാനെ എനിക്ക് കെട്ടാം. എന്നിട്ട് മോനെ ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ SSLC കഴിഞ്ഞ കുട്ടികൾ ഇവിടെ ആരൊക്കെ ഉണ്ടെങ്കിൽ കൈവക്ക്. SSLC കഴിഞ്ഞ കുട്ടികൾ കൈവക്ക്. SSLC 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളുള്ള വാപ്പാല് 10ാം ക്ലാസ് പാസ്സായവരൊക്കെ നോക്കണം, നോക്കട്ടെ. വളച്ചവരാണ് ഉള്ള ചീത്തപ്പേര് കളയണ്ട. താത്തിയത് ബർമുഡ ട്രയാങ്കിൾ കേട്ടിട്ടുണ്ട്? ബർമുഡ ട്രയാങ്കിൾ എന്താ? ബർമുഡ ട്രയാങ്കിൾ പകലാട്ട് പെണ്ണുങ്ങൾ എഴുതുന്നത്. അവർക്ക് കെട്ടിയോനിടുന്ന ബർമുഡ അല്ലാതെ വേറെ ട്രയാങ്കിൾ അവർ ഇന്നുവരെ കണ്ടിട്ടില്ല. ബർമുഡ ട്രയാങ്കിൾ എവിടെയാ? അമേരിക്കയിലെ. ബർമുഡ ട്രയാങ്കിൾ എവിടെയാ? പസഫിക്കിലാണ്. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലാണ്. സോറി, അറ്റ്ലാന്റിക്കിലെ ഒരു ദ്വീപാണ്, ഒരു ഭാഗമാണ് ബർമുഡ ട്രയാങ്കിൾ. സയൻസ് അടക്കമുള്ള സ്ഥലത്ത് പഠിക്കാനുണ്ട്. ബർമുഡ ട്രയാങ്കിൾ കടൽ, ഇന്നലെ ഞാൻ പറഞ്ഞ ഓർമ്മ പറയണേ, റിവൈൻഡ് ചെയ്യണം. ബർമുഡ ട്രയാങ്കിൾ എവിടെയാണ്? അറ്റ്ലാന്റിക്കിന്റെ ഒത്ത നടുക്ക്. അമേരിക്കയുടെ മിയാമി വിമാനത്താവളത്തിൽ നിന്ന് 700 കിലോമീറ്റർ മാത്രം ദൂരത്താണ് ബർമുഡ ട്രയാങ്കിൾ ഇപ്പോഴും ഉള്ളത്. ബർമുഡ ട്രയാങ്കിളിന്റെ മുകളിലൂടെ പറന്നു പോയിട്ടുണ്ട് 12ലധികം വിമാനങ്ങൾ. ഒരൊറ്റ വിമാനം ആ ട്രയാങ്കിൾ കടന്നപ്പുറത്ത് പോയിട്ടില്ല. അവിടെ വെച്ച് തകർന്ന് താഴെ വീഴും. 20ലധികം കപ്പൽ യാത്രക്കാർ അതുവഴി ബർമുഡ ട്രയാങ്കിൾ വരെ എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് കപ്പൽ തകരും. മരിച്ചവരെ കുറിച്ച് വിവരമില്ല. പൊട്ടിപ്പോയ കപ്പലിന്റെ ഒരു ആണി പോലും കിട്ടിയിട്ടില്ല. ഇതെന്താ സാധനം ഇന്നേ വരെ ലോകത്തിനറിയില്ല. അമേരിക്കയുടെ മിയാമി വിമാനത്താവളത്തിൽ മകളെയും കാത്ത് പിതാവിരിക്കുകയാണ്. വിമാനം പറന്നു. അവസാന പൈലറ്റിന്റെ സന്ദേശം വന്ന് കൺട്രോൾ റൂമിലേക്ക്. മിയാമി വിമാനത്താവളത്തിലെ വിളക്കുകൾ ഞങ്ങൾ കാണുന്നുണ്ട്. വിമാനം ലാൻഡ് ചെയ്യാൻ പോവുകയാ. വിമാനത്താവളത്തിന്റെ മറുഭാഗത്ത് മകളെയും കാത്ത് പിതാവിരിക്കുകയാണ്. ആ മെസ്സേജ് കിട്ടിയതല്ലാതെ പിന്നീട് ഒരു വിവരമില്ല. 320 യാത്രക്കാരുമായി വന്ന വിമാനം പിന്നീട് ബർമുഡ ട്രയാങ്കിളിലേക്ക് കയറിയതാണ്. പിന്നീട് അത് തിരിച്ചു വന്നിട്ടില്ല. ഇന്നേ വരെ പിതാവിന് മകളെ കിട്ടിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ശാസ്ത്രത്തിന്റെ റഡാർ വെച്ചിട്ട് പടച്ചറപ്പിന്റെ രഹസ്യത്തെ നിഷേധിക്കുന്നവരെ, അമേരിക്കയുടെ മിയാമി വിമാനത്താവളത്തിൽ നിന്ന് വെറും 700 കിലോമീറ്റർ അപ്പുറത്താണ് ബർമുഡ ട്രയാങ്കിൾ ഉള്ളത്. ഇന്നേ വരെ അവിടേക്കൊന്ന് എത്തി നോക്കാൻ IBM കമ്പനിയുടെ റഡാറിന് കഴിഞ്ഞിട്ടില്ല. ആ ബർമുഡ ട്രയാങ്കിൾ ആണെങ്കിലോ അവിടേക്ക് എത്താൻ മാനവാ നിനക്ക് കഴിഞ്ഞിട്ടില്ല. وعنده مفاتيح الغيب لا يعلمها إلا هو. രഹസ്യങ്ങളുടെ താക്കോല് പടച്ചറപ്പിനല്ലാതെ അറിയില്ല. രഹസ്യങ്ങളുടെ താക്കോല് പടച്ചതമ്പുരാനല്ലാതെ അറിയില്ല. അവിടെ പോലും നമുക്കെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യനെത്താത്ത ഭൂപ്രദേശങ്ങൾ എവിടെയാണ്? ഈ പ്രപഞ്ചത്തിന്റെ കോണിലെവിടെയോ പടച്ചതമ്പുരാൻ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ വിശ്വസിക്കാൻ നമുക്ക് മനസ്സിന് ബലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 700 കിലോമീറ്ററേ ഉള്ളൂ. ഇന്ന് അവരെ കണ്ടിട്ടില്ല.
ഇനി ഖിദർ നബി എവിടെയാണ്? ഇന്ന് ഭൂമിയിൽ ഒരു നബി ജീവിച്ചിരിപ്പുണ്ട്, അത് എവിടെയാ ഉസ്താദ് എന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മൂസാ നബി കാണുന്നത് കടലിന്റെ തീരത്തുകൂടി, കടലിന്റെ തീരത്തുകൂടി വഴിയുണ്ടായി അകത്തോട്ട് നടന്നിറങ്ങി കടലിന്റെ നടുവിൽ ഒരു ദ്വീപിൽ ഖിദർ നബിയെ കണ്ടുമുട്ടി. ഏതായാലും കടലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാസം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരുടെ വാസസ്ഥലമായ കടപ്പുറത്തെ നമ്മൾ മോശമാക്കി. സർവ്വ ബീച്ച് ഫെസ്റ്റിവല്, സർവ്വ ബീച്ച് റിസോർട്ട് സർവ്വതും കടപ്പുറത്തായി. അതിന്റെ പറക്ക് നഷ്ടമായി. സർവ്വ തോന്നിവാസം നടക്കുന്നത് കടപ്പുറത്തായി. കുറെ ബോട്ടുടമകൾ ഒരു 15,000 രൂപ ഇഫ്തോളിൽ നിന്നിട്ടുണ്ട്. അള്ളാഹു ഒരു ജോലിയിൽ ബറക്കത്ത് നൽകട്ടെ, അള്ളാഹു നന്മ നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ഹലാലായ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് മത്സ്യത്തൊഴിലാളിക്ക്. മത്സ്യം വിൽക്കുന്നവരെ പോലെ ഹലാലായ കച്ചവടം ചെയ്യാൻ കഴിയുന്ന ഭാഗ്യം ലഭിക്കുന്ന ലോകത്തായിരുന്നു. പക്ഷെ അത് ഐസിട്ട് ചീഞ്ഞു കൊടുക്കരുതെന്ന് മാത്രമേ, ഫ്രഷ് ആയിട്ട് കൊടുക്കരുത്. ഈ മീനിന്റെ 3-ാം പാത്തി കഴിഞ്ഞിട്ട് കൊടുക്കരുത്. അത് പിടിച്ചിട്ട് ഫ്രഷായി കൊടുക്കാൻ പറ്റുന്നവൻ അവൻ ഏറ്റവും ആ പൈസ കൊണ്ട് ഹജ്ജിന് പോയാൽ ആ ഹജ്ജ് മിക്കവാറും കബൂലിയത്താണ്. കടലിന്റെ നടുവിൽ പോയി മീൻ മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നവൻ ഹറാമിനൊരു സാധ്യതയില്ല. മാന്യമായി കച്ചവടം ചെയ്താൽ ആ പൈസ കൊണ്ട് ഹജ്ജിന് പോകാൻ കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളിയെ പോലും മക്ബൂലാലെ ഹജ്ജ് ചെയ്യാൻ പറ്റുന്നവൻ ഉപകരിക്കും. മാത്രമല്ല, എനിക്ക് ഈ മത്സ്യത്തൊഴിലാളികൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവര് സദക്ക ചെയ്യുന്ന ഒരു ലോകത്തൊരാളും സദക്ക ചെയ്യും. കാരണം അവര് രാവിലെ മത്സ്യം കൊണ്ടുവന്ന് വിൽക്കാൻ നേരത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ത്രാസി തൂക്കി കൊടുക്കുക. ഇവിടെ എങ്ങനെ എണ്ണി കൊടുക്കുക? ത്രാസില് തൂക്കിയാല് പിന്നെ കുട്ടേന്ന് ഒന്നുകൂടി എടുത്ത് അധികം അതിനകത്ത് അവര് കറക്റ്റ് നോക്കണമല്ല. 1 കിലോ ആയി എന്നാലും ഒരെണ്ണം എടുത്തിട്ട് എന്ത് ചെയ്യും? കടപ്പുറത്ത് പോയി മീൻ മേടിച്ചാലും കുട്ടയിലിടും. പിന്നെ അവർ ഈ കറക്റ്റ് അളന്ന് തൂക്കി കൊടുക്കണവരല്ലേ. ഇച്ചിരിയും കൂടെ ഒരു M80 ഇപ്പൊ സാധന ഇല്ല, M80 ഒരു ബൈക്കുണ്ടല്ലോ, ഒരു പഴയ M80, എന്റെ ഫുൾ ഫോം എന്റെ മേത്തനെ 80 കിലോ മീനൊന്നും M80 അതും വെച്ചോണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവൻ അള്ളാഹു ആ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഖിദർ നബി എവിടെയാ ഉസ്താദ് എന്ന് എന്റെ ഗവേഷണ വിദ്യാർത്ഥികൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ബർമുഡ ട്രയാങ്കിളിന്റെ രഹസ്യങ്ങൾ തേടിയിട്ട് വരാൻ. ഇങ്ങനെ അറിയാത്ത ധാരാളം പ്രദേശങ്ങൾ. വെള്ളം എന്താ മനുഷ്യനെ, നിങ്ങൾ എന്തൊരു മുറുസിലേരായിരുന്നു. അത് ഇന്നലെ ഇവിടെ കൊണ്ട് വലിയ കുളപ്പിക്കുന്നുണ്ടല്ലേ? ഈ വെള്ളം അല്ലല്ലോ, ഇവിടെ സത്യ വെള്ളം ഇത് ഒഴിച്ചത് ഇതിനകത്ത്. ഇനി ഖിദർ നബിയെ നമുക്ക് കാണണ്ടേ? അന്ന് പിരിഞ്ഞ് ഇനിയാണ് പ്രധാനപ്പെട്ട വിഷയം. ഇനി ഖിദർ നബി ആരെങ്കിലും പിന്നീട് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കം ആമീൻ പറയും. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയം, എന്റെ കുട്ടികളെ നിങ്ങൾ അങ്ങനെ പ്രാപ്തരാക്കി എടുക്കണം. ഖിദർ നബിയെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനായി മാറാൻ നമുക്ക് കഴിയും. ഇനി നമ്മളൊരു വലിയ വിഷയം പറയും. അല്ലാഹു ആ മഹാസൗഭാഗ്യം നമുക്ക് തരട്ടെ. ആ സൗഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തരണം. ഞങ്ങൾക്ക് ഖിദർ നബിയെ കാണണം ജീവിതത്തിൽ എന്ന ആഗ്രഹത്തോടെ 3 സ്വലാത്ത് എഴുതി പിരിക്കാനല്ല, ആ ആഗ്രഹത്തിൽ 3 സ്വലാത്ത് എഴുതി. സല്ലല്ലാഹു അവസാനം ലാസ്റ്റ് വരെ ഇരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു നിധിയുടെ കൂടം ഇന്ന് ഞാൻ ചെന്ന് തന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ ഞങ്ങളുടെ ഈ സദസ്സിനെ നീ നിലനിർത്തി തരണേ തമ്പുരാനെ. ഈ ജനക്കൂട്ടത്തെ നീ അവസാനം വരെ നിലനിർത്തി തരണേ അള്ളാഹുവേ. ഇൻഷാ അല്ലാഹ് എന്തൊക്കെ പറഞ്ഞാൽ ആരൊക്കെ പറഞ്ഞാൽ ഓരോ ദിവസവും ആള് കൂടുന്നതല്ലാതെ കുറയലില്ല. കഴിഞ്ഞ വർഷം വാതിൽ ഇത്രയും ആളില്ല, ഉണ്ടാ അതിനപ്പുറത്തെ ആളായി പ്രാവശ്യം. വെളിയങ്കോട് ഞാൻ വാദവനൊക്കെ എത്ര ആളുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇനിയാന്ന് ചേളാരിയിൽ 1.5 ലക്ഷം പേരാണ്. ഇന്നാ ചേളാരി വന്ന ഒരാൾ എന്നോട് പറഞ്ഞു, അത് 6 മണിയായപ്പോൾ 3 ബ്ലോക്കായിട്ട് ഞാൻ തിരിച്ചു പോയി. ഒരു 2 മണിക്കൂർ വാത് വെക്കാൻ 1.5 ലക്ഷം ആളുകളൊരു സദസ്സിൽ കൂടുക എന്ന് പറഞ്ഞാൽ ആ മഹാഭാഗ്യത്തിന് പിന്നെ എന്തെന്നാ പറയുക? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളോട് നിങ്ങൾ ദുനിയാവിനെ വിട്. ഇതൊരു ആഖിറത്തിന്റെ വിഷയമാണ്. ഇനി നിങ്ങളുടെ മനസ്സ് അതിനു വേണ്ടി മാത്രമാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ മഹാനായ മനുഷ്യൻ എനിക്ക് കാണണം, എൻ്റെ വീട്ടിൽ ആ മനുഷ്യൻ വരണം. എൻ്റെ പൊന്നു സഹോദരിമാരെ, അങ്ങനെ ഒരു ചിന്തയോടെ അകലാടെ ഇന്നത്തെ സദസ്സ് നമുക്ക് തിരിയാണ്. കൽബിന്നെല്ലാം വിട്. ഇനി ഖിളർ നബിയെ കുറിച്ച് മാത്രം. ആരെക്കുറിച്ച്? ഖിളർ നബി എനിക്ക് കാണണം എന്ന ഒരു ചിന്ത മനസ്സിൽ വെച്ചാൽ, ഞാൻ വേറൊരു വിഷയം പറയും പോലെ അല്ലേ വിഷയം, ഈ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ അന്ത്യനാൾ വരെ നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത വിഷയം. അള്ളാഹു നമ്മളങ്ങനെ ആക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യമായി ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാൽ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല പറയുകയാണ്, ഒരു ദിവസം പാതിരാ സമയം മദീനയിലെ കൂരിട്ടുള്ള ഒരു പാതിരാ സമയം ഞാനും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിഴല് പോലെ ഖിദ്മത്ത് ചെയ്ത പ്രിയപ്പെട്ട പൊന്നുമോനാണ് അനസ്. അല്ലാഹുവിന്റെ റസൂല് പാതിരാ സമയത്ത് എഴുന്നേറ്റാലും വെള്ളവുമായിട്ട് അനസ് കൂടെയുണ്ട്. പാതിരാ സമയത്ത് ഹബീബായ നബി തങ്ങൾ ഒരു ദിവസം തന്നെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തോട്ടിറങ്ങി. ആ മലമൂത്ര വിസർജനം കഴിഞ്ഞ് ഹബീബായ നബി തങ്ങൾ തിരിച്ചു വരുമ്പോ ആ സമയത്ത് ഞാൻ വുളൂ ചെയ്യാനുള്ള വെള്ളവുമായിട്ടിരിക്കുകയാ. മദീനയിലെ നിശബ്ദമായൊരു പാതിരാ സമയം. ആ പാതിരാ സമയത്ത് ഞാനും എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട പ്രവാചകന് പ്രാഥമിക ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മദീനയിലെ രാത്രി നിശബ്ദമാണ്. വുളൂ എടുക്കാനുള്ള വെള്ളവുമായി ഞാൻ ഹബീബായ നബിയുടെ ചാരത്ത് ചെല്ലുമ്പോ ആ സമയത്ത് അങ്ങകലെ നിശബ്ദമായ മദീനയിൽ എവിടെ നിന്നോ ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്ന ശബ്ദം കേട്ടു. എവിടെ നിന്നോ ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി ബിമാ അലാമാ യുനജീനി ബിമാ ഖൗഫ്തനി. ആരാണെന്നറിയില്ല, എവിടെയെന്നറിയില്ല. പാതിരാ സമയത്ത് മദീനയുടെ തെരുവോരത്തിൽ കണ്ട ഒരു അത്ഭുതമാണിത്. അത്ഭുതമേ മദീന, ആനന്ദമേ മദീന, ആബിയമേ മദീന, അഭിലാഷമേ മദീന, അഭിവാദേ മദീന, ഖുബാ തെരി ഗലീമേ വൗഖറാ തെരി ഗലീമേ. എല്ലാ അത്ഭുതവും അങ്ങയുടെ പട്ടണത്തിലല്ല തിരുദൂതരെ. എല്ലാ അനുഗ്രഹവും എല്ലാ ദുനിയാവും ആഖിറവും ഞങ്ങൾ കണ്ടത് മദീനയിലാണ്. മദീന കാണാത്ത അത്ഭുതമുണ്ടോ? മദീന പറയാത്ത രഹസ്യങ്ങളുണ്ടോ? രഹസ്യത്തിന്റെ കവാടം തുറന്ന അത്ഭുത നാഗരിക നഗരിയേ മദീന. മദീനയിൽ പാതിരാ സമയത്ത് എവിടെ നിന്നോ ഒരു ദുആ കേൾക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ വുളൂ ചെയ്യാൻ പോവുകയാ. അല്ലാഹുമ്മ ഇന്നി അലാ മാ യുനജീനി ബിമാ ഖൗഫ്തനി. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഏത് കാര്യങ്ങളെ ഭയപ്പെടണമെന്നാണോ നീ ഞങ്ങളോട് പറഞ്ഞത്, ആ കാര്യങ്ങളെ ഭയപ്പെട്ട് ജീവിക്കാ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. വല്ലാത്തൊരു ദുആയാണ്. മക്കൾക്ക് വേണ്ടിയല്ല, കുടുംബത്തിന് വേണ്ടിയല്ല. പാതിരാ സമയത്ത് അല്ലാഹുവേ, ഏതൊക്കെ കാര്യത്തെ ഭയന്ന് ജീവിക്കണമെന്നാണോ നീ ഞങ്ങളോട് പറഞ്ഞത്, ആ കാര്യത്തെ ഭയന്ന് ജീവിക്കാൻ നീ എന്നെ സഹായിക്കണേ അല്ലാ. ഈ ദുആ കേൾക്കേണ്ട താമസം ആരാണ് പറയുന്നതെന്നറിയില്ല. ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, ലൗ ദഅല്ലതി തലിഹാ. ആ ദുആ ചെയ്ത ആ ദുആ മാത്രമല്ല, അതിനുശേഷം വേറൊരു ദുആ കൂടിയുണ്ട്. അതുകൂടി ആ മനുഷ്യൻ പറഞ്ഞിരുന്നെങ്കിൽ ഹബീബായ നബി തങ്ങൾ പറയുകയാ, ആരാണ് ദുആ ചെയ്യുന്നതെന്നറിയില്ല, ആളെ കണ്ടിട്ടില്ല. ആ മനുഷ്യൻ ലൗ ദഅല്ലതി തലിഹാ.
അതിനുശേഷം ഒരു ദുആ കൂടിയുണ്ട്, അതുകൂടി അയാൾ പറഞ്ഞിരുന്നുവെങ്കിൽ രണ്ടിന്റെ രഹസ്യങ്ങൾ അറിയുന്ന മഹാന്മാരുടെ സംഗമമാണ്. പരമരഹസ്യത്തിന്റെ കലവറ തുറന്ന മഹാന്മാരുടെ സംഗമം സംഭവിച്ച മണ്ണേ മദീന. അനസ് റളിയല്ലാഹു തആല പറയുകയാണ്, ഞാൻ മനസ്സിൽ ദുആ ചെയ്തു വഫഖല്ലാഹു അലാ ഹാദ ദാഇല്ലത്തെ. ആ ദുആ ചെയ്ത മനുഷ്യരാരെങ്കിലും ഹബീബായ നബി തങ്ങൾ മനസ്സിൽ പറഞ്ഞ ആ ദുആ കൂടി ചെയ്യാൻ ആ മനുഷ്യനെങ്ങാനും തോന്നിയിരുന്നെങ്കിൽ ഞാൻ അടുത്തിരുന്ന് ആഗ്രഹിച്ചു പോയി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ആ ദുആ ചെയ്യാൻ ആ മനുഷ്യന് തോന്നിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചില്ല. അതിനപ്പുറം അയാൾ പറയാൻ തുടങ്ങിയത്രേ, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അസ്അലുക സൗക സാലിഖീൻ. അല്ലാഹുവേ ഏതൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കണമെന്നാണോ നീ ഞങ്ങളോട് പറഞ്ഞത്, അതാഗ്രഹിച്ച മഹാന്മാരുടെ പാതയിലേക്ക് നീ എന്നെ എത്തിക്കണേ അല്ലാ. ഹബീബായ നബി തങ്ങൾ ഏതാണോ മനസ്സിലാഗ്രഹിച്ചത് ആ ദുആയും അയാൾ ചെയ്തു അത്രേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അനസ് 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 അതൈതഹൂറാ, ആ വെള്ളം അവിടെ വെക്ക അനസ്. എന്നിട്ട് ആ ഇരുട്ടിൽ നിന്ന് ദുആ ചെയ്യുന്ന മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് പറ, ഉദ്ഉ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ദുആ ചെയ്യാൻ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ദുആ ചെയ്യാൻ. വതഅലാ ഉമ്മതിഹി അലാ മാ ഖുദൂഹു ബിമാ ആതാഹുമുല്ലാഹ്. ഹബീബായ നബിയുടെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറയേ. അകലാടുകാരെ, എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ ഉമ്മത്തിന് വേണ്ടി, ഞാനും നിങ്ങളും അടക്കമുള്ള സമൂഹത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ, അള്ളാഹ് പറഞ്ഞതുപോലെ അവർക്കൊന്ന് നടക്കാൻ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണേ അനസേ. അനസ് റളിയല്ലാഹു തആല വദു എടുക്കുന്ന വെള്ളം താഴെ വെച്ചു. ആ മദീനയുടെ പാതിരാത്രിയിൽ അനസ് റളിയല്ലാഹു തആല ആ മനുഷ്യന്റെ അടുക്കലേക്ക് പോയി. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ കീരുട്ടിന്റെ നടുവിൽ ഒരു ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിലടാ സുപ്രവസ്ത്രധാരിയായി തേജസ്സാർന്ന മുഖത്തോടൊരു മനുഷ്യൻ നിൽക്കുകയാണ്. അത്രയും സൗന്ദര്യമുള്ള മനുഷ്യനെ ഹബീബായ നബി അല്ലാതെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ സൗന്ദര്യമുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല, ഒരു മനുഷ്യന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ ചോദിച്ചു, അത്രേ ആരാണ് നിന്നെ ഇവിടെയൊക്കെ പറഞ്ഞു വിട്ടത്? അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബി തങ്ങളുടെ പേര് പറയാൻ എനിക്ക് അനുമാനം കണ്ടിട്ടില്ല, ഞാനൊന്നും മിണ്ടിയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ആരാണ് നിന്നെ പറഞ്ഞു വിട്ടതെന്ന് പറ, അത് പറയാതെ ഞാൻ ദുആ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. അനസ് റളിയല്ലാഹു തആല ഹബീബായ നബിയുടെ ചാരത്തെത്തി, യാ റസൂലല്ലാഹ്, പറഞ്ഞു വിട്ടത് ആരാണ്? പേര് പറയാതെ ആ മനുഷ്യൻ ദുആ ചെയ്യില്ല നബിയേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, പറ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് ആണെന്ന് പറ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു തആല അൻഹു അവിടേക്ക് ചെന്നിട്ട് പറഞ്ഞു വിട്ടത് ലോകത്തിന്റെ പ്രകാശമാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആ സമയത്ത് ആ മനുഷ്യൻ മദീനയുടെ കൂരിട്ടിന്റെ രാത്രിയിൽ വെച്ച് ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മനുഷ്യനാണെന്ന് എനിക്കറിഞ്ഞില്ല. ഞാൻ ഹബീബായ നബിയുടെ അടുക്കലോട്ട് കടന്നു പോകുമ്പോ ആ മനുഷ്യൻ പറയുന്നത് കേട്ടു, അല്ലാഹുവേ 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 അല്ലാഹുമ്മ ജഅൽനി മിൻ ഹാദിഹിൽ ഉമ്മത്തിൽ മർഹൂമാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ പ്രിയപ്പെട്ട അല്ലാഹുവേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ എന്നെയും ചേർക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മദ്യപിച്ചു മതോന്മത്തനായി റബീഉൽ അവ്വൽ 12 പോലും ഇതാ റബീഇന്റെ പൊന്നമ്പടി തിങ്കൽക്കര വരാൻ പോവുകയാ. ലോകം മുഴുവൻ സലാത്ത് ഉയരാൻ പോവുകയാണ്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും.
ആയിരിക്കും. ലോകത്തിലെ ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലുമ്പോ ആ സമയത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം ജനുവരി 25-26 തിരൂര് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാ അവിടേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. പൊന്നുമോനെ ചെറുപ്പക്കാരാ, നീ ആരാണടാ? നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും ആക്കണേ അല്ലാഹുവേ, എന്നെയും പെടുത്തണേ എന്ന് ദുആ ചെയ്ത ഉമ്മത്ത് മുഹമ്മദിന് പെട്ട ഏറ്റവും നല്ല സമുദായത്തിൽ നിന്നെ അല്ലാഹു ഉൾപ്പെടുത്തിയിട്ടില്ലേ? എത്ര സലാത്താ നീ അതിനെ ചൊല്ലിയത്, എത്ര സുന്നത്താ നിന്റെ ജീവിതത്തിൽ ഉണ്ടായത്? യാ മനുഷ്യൻ പറയുകയാണ്, അല്ലാഹുവേ അല്ലാഹുവേ اللهم اجعلني من هذه الأمة مرحوما. റബ്ബേ, ഈ പ്രവാചകന്റെ സമുദായത്തിൽ എന്നെ പെടുത്തണേ അല്ലാഹ്. റേഷൻ കാർഡിൽ മുസ്ലിം എന്ന് എഴുതിയെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും ജീവിച്ചിരിക്കുന്ന മഹാന് ആഗ്രഹിച്ച സമുദായത്തിന്റെ ലിസ്റ്റിലാ. എന്തേ ചെറുപ്പക്കാരാ മനസ്സിലാകുന്നില്ല? എന്തേ പെങ്ങളെ മനസ്സിലാകുന്നില്ല? കോഴിക്കോട് സാലിക എന്ന് പറയുന്ന പെണ്ണ് 4 വയസ്സുള്ള പൊന്നുമോളെയും 2.5 വയസ്സുള്ള പൊന്നുമോനെ കടുത്തറത്തു കൊന്നവത്രേ. എന്തെന്നറിയോ? അന്നാണ് കാമുകൻ രജിസ്റ്റർ ഓഫീസിൽ വരാമെന്ന് പറഞ്ഞത്. അവൻ വന്നില്ല. കാമുകൻ കബളിപ്പിച്ചപ്പോ പിഞ്ചോമനകളെ കടുത്തറത്തു കൊന്ന പെണ്ണ്. എന്തേ പെണ്ണെ നീ ആരാ? മിന്നുമ്മത്തി നബിയേ മുസ്തഫ. പൊന്നു ചെറുപ്പക്കാരാ, നമസ്കാരം പോലും ഉപേക്ഷിക്കുന്നവനെ, നീ ആരാണടാ? നീ ആരാണടാ കുട്ടിയെ? ലോകത്തിനെ കാത്തിരിക്കുന്ന മഹാൻ, ആരും കാണാത്ത മഹാൻ, എന്നെയും പെടുത്തണേ എന്ന് ദുആ ചെയ്ത ഒരു സമുദായത്തിന്റെ അനുയായിയാ നീ. അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, പറമോനെ അൽഹംദുലില്ലാഹ്. നീ ഞങ്ങളെ എതിരപ്പെടുത്തിയല്ലോ അല്ലാഹ്. ഓടിച്ചെന്ന് ഞാൻ ഹബീബായ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അതാരാണ് നബിയേ? അതാരാണ് നബിയേ? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വഹാദാ അഖീ ഖദർ, അതെന്റെ സഹോദരൻ ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതെന്റെ സഹോദരൻ ഖദറാണ്, അതെന്റെ സഹോദരൻ ഖദറാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സമയത്ത് ഹബീബായ നബി കണ്ടിട്ടുണ്ട് ഖദർ നബിയെ. അല്ലാഹു നമുക്ക് കാണാൻ തൗഫീഖ് നൽകട്ടെ. ഇനി കണ്ടവരുടെ കഥ, ആരും കാണാത്ത മഹാനെ കണ്ടവന്റെ കഥയാണിത്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അടുത്ത കേൾക്കണം. ഒത്തിരി പറയാനുണ്ട്. വിഷയം ഇവിടെ ഒന്നും ഒതുങ്ങില്ല, ഇത് ഇവിടെ ഒന്നും ഒതുങ്ങില്ല. അങ്ങനത്തെ വിഷയമാണ്. അല്ലാഹു ഖിദർ നബിയെ നമുക്ക് കാണാൻ തൗഫീഖ് നൽകട്ടെ. പക്ഷെ ഖിദർ നബി നിന്റെ വീട്ടിൽ വരും, പക്ഷെ അപ്പൊ നിനക്ക് കാണാൻ പറ്റില്ല. ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ തൊട്ട് മുമ്പിൽ വരും. അപ്പൊ പക്ഷേ നിനക്ക് ഖിദർ നബിയെ കാണാൻ പറയണം, നിനക്ക് കാണാൻ പറ്റും. രണ്ടാമത് ഉമർ റളിയല്ലാഹു തആല ഖിദർ നബിയെ കണ്ടിട്ടില്ല. രണ്ടാമത് ഉമർ റളിയല്ലാഹു തആല ഖിദർ നബിയെ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്, ഉറപ്പിച്ചോ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല ഖിദർ നബിയെ കണ്ടിട്ടുണ്ട്. 6 പേര് കണ്ടിട്ടുണ്ട്. ഞാൻ മുഴുവൻ പറയാം, നിങ്ങൾക്ക് കാണാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇരിക്കൂ, ഇരിക്കൂ. 10 മണി 10:15 11 അവസാനിക്കും. അതിനപ്പുറത്തോട്ടില്ല ഇതുപോലെ. പക്ഷെ ഇരിക്കുമോ? നിങ്ങൾക്ക് ഞാൻ ഇന്ന് ലോകത്ത് നിങ്ങൾക്ക് കിട്ടാത്ത നിധി ഞാൻ ഇന്ന് തലയിൽ വെച്ച് തരാം. നിങ്ങൾ ഇരിക്കുമോ? ഇരിക്കണവരൊക്കെ കൈവെക്കുക. ഇരിക്കണവരൊക്കെ ഒരൊറ്റ കുഞ്ഞ് എഴുതാക്കാൻ പാടില്ല. ഇത് സാധാരണ പൊക്കണ കയ്യല്ല, ഇത് ഖിദർ നബിയെ കാണാൻ സംബന്ധിച്ച കയ്യാണ്. ഒരൊറ്റ കുട്ടി ഇവിടെ നിന്ന് എഴുതാക്കാൻ പാടില്ല. ഞാൻ സലാത്ത് പോലെ ദുആ ചെയ്ത് തീരണവരെ ഉറപ്പിച്ചിട്ട കൈ വെക്കാവൂ. ഇത് മഹാന്മാര് കയ്യിലോട്ട് തന്ന സാധനമാണ്. ആ സാധനം നിങ്ങൾക്ക് തരിക. കൈ പൊക്കിയാൽ ഉറപ്പിച്ചിട്ട്, അല്ലാഹുവേ ഞാൻ ഇത് ഈ ദുആ തീരാതെ ഇവിടെ നിന്ന് എഴുന്നേൽക്കാനാണ് ഉറപ്പിക്കണം. ഉറപ്പിച്ചിട്ട് കൈ വെക്കണം. ഉറപ്പിച്ചിട്ട് ഈ കൈ മാത്രം മതി. നാളെ നമുക്കത് കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മഹാനായ സഹാബിയായ മനുഷ്യൻ മരിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു
മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുവന്നു. ആ മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുകയാണ്. ആ സമയത്താണ് മയ്യത്ത് കൊണ്ടുവന്നത്. പള്ളിയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് സഹാബത്ത് ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ കാത്തിരിക്കുകയാ. ഒന്നുമെടുത്തിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മയ്യത്തിന് നമസ്കരിക്കാൻ വേണ്ടി ഇമാമത്ത് നിൽക്കാൻ വരുമ്പോ അതാ എവിടെ നിന്നോ ഒരു മനുഷ്യൻ ഓടിക്കതച്ചു വരികയാ. തേജസ്സാർന്ന മുഖത്തോടെ ആ നാട്ടുകാരനല്ല ഒരാൾ പോലും ആ മനുഷ്യനെ കണ്ടിട്ടില്ല. എന്നാൽ വിദേശിയാണോ വിദേശിയല്ല, യാത്ര ചെയ്തതിന്റെ അടയാളവുമില്ല. ആ മനുഷ്യനോട് വന്നിട്ട് പറഞ്ഞു അത്രേ, ഉമറേ കൈകെട്ടല്ല ഉമറേ, ഞാനും കൂടി മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കട്ടെ ഉമറേ. ഒരു മനുഷ്യന്റെ ദുനിയാവിന്റെ അവസാനത്തെ യാത്ര മയ്യത്ത് നിസ്കാരം നടക്കാൻ പോവുകയാ. ആ മനുഷ്യനോടി വന്നിട്ട് ഒന്നാമത്തെ സഫിൽ കയറി നിന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല തക്ബീർ പറഞ്ഞ് കൈകെട്ടി. ആദ്യത്തെ തക്ബീർ നിസ്കാരം, മയ്യത്ത് നിസ്കാരം. ആദ്യത്തെ തക്ബീർ കഴിഞ്ഞ് ഫാത്തിഹ ഓതി. രണ്ടാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി രണ്ടാമത്തെ തക്ബീറിന് ശേഷം മയ്യത്ത് നിസ്കാരത്തിന്റെ ദുആ നടക്കുകയാ. സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്, അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസിഅ മദ്ഖലഹു വഅഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദ്. ആ ദുആ ചെയ്യേണ്ട സമയം ആ ഓടി വന്ന ആരും അറിയാത്ത മഹാനായ മനുഷ്യൻ ഉറക്കെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ 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 അല്ലാഹുവേ, ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ ആള് തെറ്റ് ചെയ്തവനാണെങ്കിൽ ഇങ്ങനെ തെറ്റ് ചെയ്ത ധാരാളം ആളുകളുണ്ട് റബ്ബേ. തെറ്റ് ചെയ്തവനെ മുഴുവൻ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ഇവനെ മാത്രമല്ല ശിക്ഷിക്കേണ്ടത്, ഇങ്ങനെ ശിക്ഷിക്കേണ്ട ആയിരക്കണക്കിന് ആളുകളുണ്ട് റബ്ബേ. അതല്ല 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 ഈ മനുഷ്യനെ നീ പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചാൽ നിന്നോട് ആരും ചോദിക്കില്ല അല്ലാ. ഒരാൾ ചെയ്യാത്ത ദുആ, മയ്യത്ത് നമസ്കാരത്തിന്റെ ദുആയുടെ ഭാഗത്ത് ഈ മനുഷ്യൻ ഉറക്കോടാൻ തുടങ്ങി. കേക്ക് സഹോദരങ്ങളെ, ഇതിനപ്പുറം ഞാൻ എന്താണ് പറഞ്ഞു തരേണ്ടത്? ആ സമയത്ത് ഈ മനുഷ്യൻ ദുആ ചെയ്തു. നമസ്കാരത്തിന് സലാം വീട്ടിക്കടിന് ആ മനുഷ്യൻ ഈ ദുആ ചെയ്തിട്ട് ഇറങ്ങി നടക്കുകയാണ്. അദ്ദേഹം ഇറങ്ങി പോവുകയാ. ആയിരക്കണക്കിന് സഹാബത്ത് അത്ഭുതത്തോടെ ഇദ്ദേഹം ആരാ, ഈ മനുഷ്യനാരാ അറിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ദുആ ചെയ്തിട്ട് തിരിച്ചു നടക്കുന്ന ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചു ചോദിച്ചു, അത്രേ നിങ്ങൾ ഈ നാട്ടുകാരനല്ലല്ലോ, നിങ്ങൾ വിദേശിയുമല്ലല്ലോ, നിങ്ങളാരാ? ആ സമയത്ത് മഹാനായ മനുഷ്യൻ പറഞ്ഞു, ഉമറേ ഞാൻ ആരെന്നറിയോ? അനാഖൂക്കൽ ഖദറു ഞാൻ നിന്റെ സഹോദരനായ ഖിളറാണ് ഉമറേ. ഞാൻ ഖിളർ നബിയാണ്. സഹോദരങ്ങളെ, ഖിളർ നബി നമ്മുടെ വീട്ടുമുറ്റത്ത് വരും. പക്ഷെ അപ്പൊ നീ ആരാ? നീ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന മയ്യത്താണ്. അല്ലാഹുവേ, അകലാട് ഒറ്റയിനി സലാത്ത് നഗറില് ഈ മഹാസമ്മേളനം ആവർത്തിച്ചാമീ പറയുമ്പോ നാളെ മരിച്ചു കിടക്കുമ്പോ ഞങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിന് ഖിളർ നബിയെ നീ എത്തിച്ചു തരണേ അല്ലാ. ഇതിനേക്കാൾ ഒരു സൗഭാഗ്യമുണ്ടോ? എവിടെ വെച്ചാ ഇത് പറയാനാണ് ഞാൻ വന്നത്. നാളെ മരിച്ചിട്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടക്കുമ്പോ പൊന്നുമോനെ, നിന്റെ മയ്യത്ത് നിസ്കാരത്തിന് സാലിഹീങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിന് ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരും. ഉറപ്പ്. ആര് നിഷേധിച്ചാലും സാലിഹാണോ മയ്യത്ത് നിസ്കാരത്തിന് വരും. പൊന്നുമോനെ, വന്നിട്ടുണ്ടടാ കുട്ടിയെ. 35 പ്രാവശ്യം 10,000 പേര് വെച്ച് കേരളം കണ്ട ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരം നടന്ന കേരളം കണ്ട മഹാനായ മനുഷ്യന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിച്ചപ്പോൾ ഖിളർ നബി എത്തിയിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് മരിച്ചപ്പോ ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്തിയിട്ടുണ്ട്. തീർച്ചയായും 14 ലക്ഷം ഇതേപോലെ 14 ലക്ഷം ജനങ്ങൾ കൂടി നിൽക്കുകയാ. ഒരു മഹാനായ മനുഷ്യ സദസ്സിലിരിക്കുകയാ.
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മാനൂസാറിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വന്നിട്ടുണ്ട് ഖിളിർ നബി. എന്റെ പൊന്നുമോനെ പൊന്നുമോനെ, നീ ആരാവാൻ കഴിയണമെന്നറിയോ? നീ ആരാവാൻ കഴിയണമെന്നറിയോ? പൊന്നുമോനെ, നാളെ മരിച്ചു കഴിഞ്ഞിട്ട് നിന്റെ പാർട്ടി സെക്രട്ടറി വന്ന് മയ്യത്ത് നിസ്കരിച്ച, നിന്റെ പാർട്ടി പ്രസിഡന്റ് മയ്യത്ത് നിസ്കരിക്കാമെന്ന, നിന്റെ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് നിസ്കരിക്കാമെന്ന. പൊന്നുമോനെ, നീ ആരാ? നീ മരിച്ചു കഴിഞ്ഞിട്ട് നിന്റെ മയ്യത്ത് പള്ളിയിലോട്ട് എടുക്കുമ്പോ ആർക്കെന്നോട് വ്യത്യാസം തോന്നിയാലും പ്രശ്നമില്ല. ഇത് പടച്ചറപ്പിന്റെ ദീനാണ്. ഇത് ദീൻ പറയാനാണ് അഹ്മദ് കബീറിനുള്ള നാക്ക് തന്നിരിക്കുന്നത്. അതിന്റെ പേരിൽ ആരെ എന്റെ നേരെ വാളോങ്ങിയാലും പ്രശ്നമില്ല. പാർട്ടി സെക്രട്ടറി നിന്നെ മയ്യത്ത് നിസ്കരിക്കുന്ന പള്ളിപ്പറമ്പിന്റെ വെളിയിലേ നിൽക്കുകയുള്ളൂ. നിന്റെ പാർട്ടി പ്രസിഡന്റ് നീ മയ്യത്ത് നിസ്കരിക്കാൻ നിന്റെ കൂടെ ഉണ്ടാവില്ല. പൊന്നുമോനെ പൊന്നുമോനെ, 10 പേര് വന്നിട്ട് നിന്നെ കൊണ്ടുവന്നിട്ട് പതാക പതപ്പിച്ച, രക്തപതാക പതപ്പിച്ച, ത്രിവർണ്ണ പതാക പതപ്പിച്ച, അതുകൊണ്ട് മയ്യത്ത് നിസ്കാരത്തിൽ ഒരൊറ്റ ഖൈറുമില്ല മോനെ. ത്രിവർണ്ണ പതാക, ദേശീയ പതാക പതപ്പിച്ച, ഏത് പതാക പതപ്പിച്ചാലും അതുകൊണ്ട് നിനക്ക് ആഖിറത്തിൽ എന്ത് കിട്ടാനാ? ഇരുമ്പിന്റുലക്ക വിഴുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ? ഇരുമ്പിന്റുലക്ക വിഴുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ? തെമ്മാടിയായി ജീവിച്ചിട്ട് ഒരാൾ തണ്ടടാ ചെറുപ്പക്കാരാ. അങ്ങനെയല്ല ചെറുപ്പക്കാരാ, നാട്ടിലെ ബൈക്ക് ഷെട്ടിന്റെ മുകളില് നിന്റെ പേരെഴുതി വെച്ചാൽ പള്ളിക്കാട്ടി കിടക്കുന്ന നിനക്കെന്ത് കിട്ടാനാ? പൊന്നുമോനെ പൊന്നുമോനെ, നിന്റെ അവനവന്റെ മയ്യത്തിന്റെ പുറകില് ഖിളിർ നബിയെ വിളിച്ചു കൊണ്ടുവരണം. അവനാണ് യഥാർത്ഥ മുത്തഖിയായ മനുഷ്യൻ. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എന്റെ ഈ സ്റ്റേജിലോട്ട് കയറി വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ ഉസ്താദേ, എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? ഞാൻ ചോദിച്ചു, എന്താ മോനെ? ഞാൻ മരിച്ചാൽ ഉസ്താദിന്റെ മയ്യത്ത് നിസ്കരിക്കണം. ആ ചെറുപ്പക്കാരന് വേറൊരാഗ്രഹമില്ല. എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വരുമോ? ആർക്കറിയാം പൊന്നുമോനെ, നിങ്ങൾ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമോ? അതല്ല, നാളെ നിങ്ങളുടെ മയ്യത്ത് ഞാൻ നിസ്കരിക്കുമോ? ഞാൻ നിസ്കരിക്കുമോ? ആർക്കാണറിയാൻ കഴിയുക? ആ സമയത്ത് പൊന്നുമോനെ പൊന്നുമോനെ, ആരാണ് മയ്യത്ത് നിസ്കരിക്കുന്നതെന്ന് ആർക്കറിയാം? ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ഉപ്പയെ ഞാൻ എന്റെ ജീവിതത്തിൽ തന്നിട്ടില്ല. എനിക്കൊരു സ്വകാര്യ ദുഃഖമുണ്ട്. എന്റെ ഉള്ളിലൊരു ഈ പളപളാമിന്നുന്ന കുപ്പായത്തിന്റെ ഉള്ളിലൊരു സ്വകാര്യ ദുഃഖമുണ്ട്. ജീവിതത്തിൽ ഇന്നേവരെ ഞാൻ പലപ്പോഴും മക്കളെ കാണുമ്പോ കരയാറുണ്ട്. മക്കളെയും ഉപ്പയും ഒന്നിച്ച് കണ്ടാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉപ്പ എന്ന് വിളിക്കാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ജനിക്കുന്നതിന് 3 മാസം മുമ്പേ ഉപ്പ പോയി. ഒരു ഉപ്പയും മകനും ഇന്ന് ചേർന്ന് നിൽക്കുന്നിടത്ത് ഞാൻ നിൽക്കാറില്ല. കണ്ണ് തുടച്ചു മാറും. എനിക്കിനി അത് തിരിച്ചു കിട്ടുമോ അറിയില്ല. പക്ഷേ എനിക്ക് ഉപ്പ നഷ്ടപ്പെടുത്തി എന്റെ വാത്സല്യം, ഒരു ഉപ്പയുടെ സ്നേഹം എനിക്ക് പകർന്നു തന്ന, എന്റെ ഉമ്മ തന്ന എനിക്ക് സ്നേഹം എനിക്ക് പകർന്നു തന്ന മനുഷ്യനാണ് ഇരിക്കുന്നത് ഇബ്രാഹിം സാഹിബ്. എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ മരിച്ചാൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണം. ഒരൊറ്റ ആഗ്രഹം ഈ ബന്ധത്തിനുള്ളൂ, ഞാൻ മരിച്ചാൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണം. ഇതൊന്നുമല്ല അഹ്മദ് കബീറല്ല മയ്യത്തിന് വരണ്ടത്. ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട പിതൃവാത്സല്യം തന്നവനെ, ഖിളിർ നബി നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തെത്തണം. അഹ്മദ് കബീർ മരിച്ചു കിടന്നാൽ, നിങ്ങൾ മരിച്ചു കിടന്നാൽ നിങ്ങളുടെ പുറകിൽ മയ്യത്ത് നിസ്കരിക്കാനുണ്ടാകണം. നബിയുല്ലാഹ് ഖിളിർ. അതിനുള്ള കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളായിരിക്കും അത് വെറുതെ പറഞ്ഞൊന്നുമല്ല. ഞാൻ എന്റെ എല്ലാ റൂട്ടും വിട്ടു. ഞാനിപ്പോ ഒരു മസ്താന്റെ ഹാലിലാണ്. എനിക്ക് എന്റെ റൂട്ടും വിട്ടു. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും വാവിട്ട് പറയില്ല. എന്റെ ഈ രഹസ്യം ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ ആ രഹസ്യം ഇന്നൊരൊറ്റ എന്റെ ഒരു ആത്മാർ സുഹൃത്തിനോട് മാത്രമേ ഞാൻ രഹസ്യം, എന്റെ ഈ രഹസ്യം ആർക്കും അറിഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ ഞാനൊരു മസ്തിന്റെ ഹാലിലാണ്. എനിക്ക് 3 ഉമ്മമാരാണ്. എന്റെ ഉമ്മ, എന്റെ ഭാര്യയുടെ ഉമ്മ, എന്ന് ഇബ്രാഹിക്കയുടെ ഭാര്യ. ഞാൻ സ്നേഹത്തിന് പകരം ഒന്നേ എന്നോട് പറഞ്ഞു, ഞങ്ങൾ മരിച്ച ഉസ്താദ് മയ്യത്ത് നിസ്കരിക്കും. പക്ഷെ ഞാനല്ല മയ്യത്ത് നിസ്കരിക്കേണ്ടത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഖിളിർ നബി വരണം.
പറ്റുമോ നിങ്ങൾക്ക്? എന്റെ കുട്ടികളെ നിങ്ങൾ കിട്ടും, നിങ്ങൾ ഇനി അതിനു വേണ്ടി ജീവിക്കും. ഈ ദുനിയാവിന്റെ സർവ്വ മോഹവും വിട്ട് അല്ലാഹുവേ ഞാൻ ഇത്രയൊക്കെ എത്തി, ഇനി എന്റെ മയ്യത്ത് നിസ്കാരത്തിൽ ഒരു പ്രവാചകനെ, അതെ ഒരു നബിയെ, ഒരു വലിയ നമ്മുടെ പുറകിൽ നിർത്താൻ കഴിയും. സാലിഹ്യങ്ങൾ മരിച്ച വരും, പക്ഷെ ആരാവണം? 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 സാലിഹാവണം. ആരാവണം? നമ്മളൊന്നും സാലിഹല്ല, അഹമ്മദ് കബീറും അല്ല. നിങ്ങൾ പിടിച്ചുകൊണ്ട് അയാള് ദുആ ചെയ്യുകയാ. ഇതിനൊരൊറ്റ കാര്യം നിങ്ങൾ കേട്ടോളി. ഖിളിർ നബിയെ കണ്ടുമുട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഹറമാണ്. എല്ലാ ഹജ്ജിനും ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അടുത്ത തൗഫീഖ് നൽകട്ടെ. ഖിളിർ നബിയെ കണ്ടുമുട്ടാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലം തവാഫിന്റെ ഇടയിൽ. ഇത് ഞാൻ കഴിഞ്ഞു പോയ അത്ഭുതമാണ്, ഇപ്പോഴത്തെ അത്ഭുതമാണ്. തവാഫിന്റെ ഇടയിൽ ശ്രദ്ധിച്ചു നോക്കണം, ഖിളിർ നബിയെ കാണാം. അത് പല കൊലത്തിൽ വരെ ഖിളിർ നബി അങ്ങനെ. ഇനി ഒന്നുകൂടി, ഖിളിർ നബി മഹാനാണ്. ആ മഹാൻ നല്ല സുന്ദരനുമാണ്. നല്ല നമ്മൾ മഹാന്മാരെന്ന് വിചാരിച്ചാൽ ആരാ? എത്തിനെ മുറുക്കി പാക്ക് ഇട്ട് പിന്നെ അതിനോട് ഇച്ചിരി ഉറപ്പിച്ച് പിന്നെ അത് എന്നൊക്കെ വെച്ച് കണ്ണൊക്കെ മുറി മേപ്പോട്ടാക്കി അതിൻ്റെ ഇടയിൽ കണ്ണിങ്ങോട്ടാക്കി അങ്ങനെയൊക്കെ ആക്കണ ആളുകൾ ആ മഹാന്മാര് നല്ല സുന്ദരന്മാരാണ്. നല്ല സുന്ദരന്മാരാണ്. നല്ല സുന്ദരന്മാരുടെ ഇടയിൽ മഹാന്മാരുണ്ടാവും. ചിലപ്പോൾ അത് ക്ലീൻ സേവായിരിക്കും. CM മടവൂര് ക്ലീൻ സേവായിരിക്കും. മഹാന്മാരുടെ ഇടയിൽ അങ്ങനെ ഉണ്ടാവും. അതൊക്കെ നിനക്ക് ദഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് നിഷേധിക്കേണ്ട കാര്യമില്ല. നിനക്ക് ദഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിഷേധിക്കേണ്ട കാര്യമില്ല. കൊടും കാട്ടിലൂടെ പോവുകയാണ് മഹാനായ മനുഷ്യരും ശിഷ്യന്മാരും. കൊടും കാട്, ആനയും കൂട്ടങ്ങളും വരുന്ന കാട്. കൈ കൊണ്ടിട്ട് പറഞ്ഞു, ഇവിടെ നിന്നാണ് ഇനി ആളുകൾ കൂട്ടം കൂട്ടമായി ഹജ്ജിന് പോവുക. കൂടുന്നൊരു അത്ഭുതപ്പെട്ടിയാക്ക് വട്ട. കൊടും കാടിന്റെ നടുവിൽ ഇവിടെ നിന്നാണ് ആളുകൾ കൂട്ടം കൂട്ടമായി ഹജ്ജിന് പോവുകയാണ്. ആ പറഞ്ഞ മനുഷ്യൻ CM മടവൂരാണ്. CM മടവൂര് ചൂണ്ടിക്കാണിച്ച സ്ഥലത്താണ് ഇന്ന് കരിപ്പൂർ എയർപോർട്ട് നിലനിൽക്കുന്നത്. കണ്ണ് തുറക്കടാ, കണ്ണ് തുറക്ക്. CM ചൂണ്ടിക്കാണിച്ച സ്ഥലത്താണ് ഇന്ന് കരിപ്പൂർ എയർപോർട്ട്. അവിടെ നിന്നാണ് പിന്നെ ആളുകൾ ഹജ്ജിന് പോകാൻ തുടങ്ങിയത്. ഗവൺമെന്റ് ഹജ്ജ് ഗ്രൂപ്പ് കൂടെ അങ്ങോട്ടാ. യഥാർത്ഥത്തിൽ ഒരു അത്ഭുതം എന്താ അറിയോ? ആര് കണ്ടു? ഖിളിർ നബിയെ സ്ഥാപിയങ്ങൾ പണി. പെട്ടെന്ന് പറയാൻ സമയം 11 8:30 മണിക്ക് തുടങ്ങിയതാണ്. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖുൽ ബുജസ്താനി റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. ഒരു ദിവസം ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖുൽ ബുജസ്താനി റളിയല്ലാഹു തആല പറയുകയാ, കഅബാലയത്തിന്റെ മത്താബിൽ വെച്ച് ഞാൻ ഖിളിർ നബിയെ കണ്ടു. ഖിളിർ നബി എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ 10 കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? നിനക്ക് ഞാൻ 10 വാക്കുകൾ പഠിപ്പിച്ചു തരട്ടെയോ? പെങ്ങളെ, 7 മണിയുടെ സീരിയലിന്റെ മുകളിലല്ല, ഇരുന്നിട്ട് ഇത് മുഴുവനും കാണാതെ പഠിക്കുക. ഖിളിർ നബി എനിക്ക് 10 കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. എന്താന്നറിയോ? اللهم إني أسألك الإقبال إليك والإصغاء إليك والفهم عنك والبشيرة في أمرك والطفال في طاعتك والمواظبة في إرادتك والمبادرة في خدمتك وحسن الأدب في معاملتك والتسليم والتفضيل إليك. ഈ 10 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് പഠിപ്പിച്ചു തന്നെന്ന് അബൂ ഇസ്ഹാഖ് ബുജസ്താനി റളിയല്ലാഹു അൻഹു. ഇതൊരു ഖിളിർ നബി പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. ഇത് ജീവിതത്തിൽ നിത്യമായി ചെയ്യുന്നവൻ പിന്നെ പരാജയപ്പെടുന്നില്ല. നിങ്ങൾ കഴിയുമെങ്കിൽ എഴുതി പഠിച്ചു. എനിക്ക് എഴുതി തരാൻ ഒരു നിവൃത്തിയില്ല. പക്ഷെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കഴിയണ പോലെ ഞാൻ വിളിച്ചോട്ട് ഫോൺ എടുക്കൂല. നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എടുത്ത എത്ര പേരെ ഫോൺ. ഇന്ന് എൻ്റെ ഭാര്യ എൻ്റെ ഡ്രൈവറെ വിളിച്ചിട്ട് ഒന്ന് മുതലാളി ഉണ്ടെങ്കിൽ വിളിക്കാൻ പറയും. ഭാര്യ മക്കൾ ഇവിടെ ഉണ്ട്. സത്യം അനസ് ഇവിടെ ഉണ്ട്. അനസിനോട് ചോദിച്ചു. അപ്പൊ അങ്ങനെ പോലെ ഫോൺ ഒത്തിരി പേര് എന്നോട് പരാതി പറഞ്ഞുകൊണ്ട് ഞാൻ പറയും, എനിക്ക് ഫോൺ എടുത്താൽ ഞാൻ എത്ര എടുക്കും? വാപ്പൂക്ക അവരെന്നോട് പരാതി പുസ്തകം വിളിച്ചാൽ എടുക്കില്ല. ഞാൻ എൻ്റെ ഭാര്യയുടെ ഫോൺ തന്നെ എടുക്കാൻ സമയമില്ല. അള്ളാഹു ആഫിയത്ത് തരട്ടെ. അള്ളാഹ് ഈ വാത് കഴിഞ്ഞിട്ട് പകലൊന്നും ഉറങ്ങിയില്ലെങ്കിൽ കുട്ടികളെ തലേ ദിവസം വാത് പറയാൻ പറ്റില്ല.
അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കട്ടെ. നാളെ നൗഷാദ് ബാക്കി വരും. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ചിലപ്പോൾ തന്നെ കണ്ടിരുന്ന് കരഞ്ഞു പോകും. 10 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ഈ 10 ജീവിതത്തിൽ ആദ്യം ഞാൻ പറഞ്ഞ ദിക്ർ നിസ്കാരത്തിന് ശേഷം എല്ലാവരും ഈ 10 കാര്യങ്ങൾ ഇൻഷാല്ലാഹ് പഠിക്കൂ. പിന്നെ ഇൻഷാല്ലാഹ് ഞാൻ എവിടെയെങ്കിലും വെച്ച് എഴുതി തരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അതിലെ അത്ഭുതം. രണ്ടാമത് ബഹുമാനപ്പെട്ട അഞ്ചാമത് ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടത് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഇത് കച്ചവടക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഇതാർക്ക് വേണ്ടിയാ? ഇതാർക്ക് വേണ്ടിയാ? കച്ചവടക്കാർക്ക് വേണ്ടി. ഇലക്ട്രിക് ആകട്ടെ, മീനാകട്ടെ, എന്തും ആവട്ടെ. ഇൻഷാല്ലാഹ് ഞാൻ ഇത് കഴിഞ്ഞ ഒരു 10 കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരും. 10 കാര്യം നിങ്ങൾ ഇന്ന് പഠിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് വിട്ടു. അത് ജീവിതത്തിലെ നിധിയാണ്. അത് ചൊല്ലി ഇൻഷാല്ലാഹ് നമ്മൾ അവസാനം ദുആ ചെയ്യും. ഇൻഷാല്ലാഹ് സംഘാടകർ ബക്കറ്റുമായിട്ട് വരും. അവസാനത്തെ ദുആ മുസബ്ബഅത്തുൽ അശറ എന്നാണ് അതിന്റെ പേര്. 10 പ്രാവശ്യം ചൊല്ലേണ്ട, 7 പ്രാവശ്യം ചൊല്ലേണ്ട 10 കാര്യങ്ങൾ. അത് ലോകത്ത് കിട്ടിയ ഏറ്റവും വലിയ ദിക്റാണ്. ഇൻഷാല്ലാഹ് അത് ചൊല്ലി ദുആ ഇവിടെ ഉണ്ട്. എല്ലാവരും ഒരു അത്ര ആ സാധനമാണ് സൗകര്യം കുഴപ്പം. അത് നന്നാക്കാനുള്ളവർ കച്ചവടക്കാർ നോക്കണം. ഇങ്ങോട്ട് നോക്ക്. അടുത്ത നിങ്ങൾ സമയായ അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസത്തെ മദീനത്തിന്റെ കച്ചവടയിൽ ഇരിക്കുമ്പോ അവിടെ ഇരുന്നിട്ട് 2 പേര് കച്ചവടം ചെയ്യുകയാ. 2 പേരും തമ്മിൽ കച്ചവടം നടത്തുകയാണ്. അതിലൊരാള് കച്ചവടം നടക്കാൻ സത്യം ചെയ്യാൻ തുടങ്ങി. അള്ളാണ് സത്യം. ഒരാള് വല്ലാതെ ധാരാളമായി സത്യം ചെയ്യാൻ തുടങ്ങി. അയാള് കച്ചവടം നടക്കാൻ വേണ്ടി അള്ളാണ് സത്യം, 30 മുസാവാണ് സത്യം, ആകെ ഒരു മുസാവേ ഉള്ളൂ തരും. ഓടുക്കത്തെ സത്യം അള്ളാണ് സത്യം. ഇത് ഫ്രഷ് ആണ്, ഇത് 3 ദിവസമായ മീനല്ല, ഇത് അതല്ല, ഇതല്ല. സത്യം അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. കച്ചവടക്കാരെ ശ്രദ്ധിക്കണേ. ആവശ്യമില്ലാതെ സത്യം ചെയ്യരുത്. വല്ലാഹി ഒരു തെറ്റായ സത്യം ചെയ്താൽ പിന്നെ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കും. കച്ചവടക്കാർ മുഴുവൻ ഇക്കാര്യം ശ്രദ്ധിച്ചോണം. അള്ളാണ് സത്യം ഇതാന്ന് പറയരുത്. എന്തിനാ? സത്യം പറഞ്ഞ ഒരു മൻഫഅത്തും കച്ചവടത്തിലുണ്ടാവും. അങ്ങനെ അയാൾ വല്ലാതെ കച്ചവടം ചെയ്യാൻ തുടങ്ങി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കച്ചവടക്കാർ നരകത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ. വൈലുൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ തആലു അലന്നാസി യസ്തൗഫൂൻ. ചില കച്ചവടക്കാരൻ നരകത്തിലാണ്. അവര് ജനങ്ങളുടെ അടുക്കൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ പരമാവധി അവർ വില കുറയ്ക്കും, അങ്ങോട്ട് കൊടുക്കുമ്പോൾ പരമാവധി വില കൂട്ടി കൊടുക്കുകയും ചെയ്യും. പാവപ്പെട്ടവന്റെ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന കച്ചവടക്കാരൻ അവൻ നരകത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ. സ്വർണം ഇങ്ങോട്ട് എടുക്കുമ്പോ അതിന്റെ അകത്ത് അഴുക്കുണ്ട്, ഇടയിൽ അഴുക്കുണ്ട് എന്ന് പറഞ്ഞ് കുറയ്ക്കും. അങ്ങോട്ട് കൊടുക്കുമ്പോ ജുവല്ലറിയിലെ ജോലിക്കാരനാ. തിരൂരിൽ നിന്ന് ഭാര്യ ഭർത്താവും ബൈക്കിൽ എന്റെ വാതിന് എവിടെയും വരും. അള്ളാഹു കുടുംബത്തിന് ഹൈർ നൽകട്ടെ. ബൈക്കിൽ എവിടെ കോഴിക്കോടുണ്ടോ അവിടെ വരും. എനിക്ക് കുറെ കുട്ടികളുണ്ട്. അവർ ഒരു കാലത്ത് ക്ലബിലായിരുന്നു. തിരൂര് ഞാൻ റമളാൻ പ്രഭാഷണം നടത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇനിയെങ്കിലും നന്നാവണ്ടേ? ഒന്ന് നന്നായതാണ്. അള്ളാഹു ആക്കി തരട്ടെ. അള്ളാഹു നമ്മളങ്ങനെ ആക്കി തരട്ടെ. സഹോദരങ്ങളെ, അങ്ങനത്തെ ഇങ്ങോട്ട് കൊടുക്കുമ്പോ എന്ത് ചെയ്യും? നമ്മൾ പരമാവധി ഒപ്പിക്കും. അങ്ങോട്ട് കൊടുക്കുമ്പോ അത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്. എന്നെ നിങ്ങൾ കുറിച്ച് നോക്കിയിട്ട് കാര്യമില്ല. എന്നെ നിങ്ങൾ ഇറക്കി വിട്ടാൽ എനിക്ക് പ്രശ്നമില്ല. റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെങ്കിലും കൊടുക്കുന്നവൻ അത്യാവശ്യക്കാരനാണ്. അവനെ പരമാവധി ചവിട്ടി പിടിക്കുക. ആ പാവപ്പെട്ടവനെ ഗതി അവൻ പൊരുത്തത്തോടെ തരുന്നതാണ് വാങ്ങിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ അവനെ പ്രാവി വാങ്ങിക്കാൻ പാടില്ല. അങ്ങോട്ട് കൊടുക്കുമ്പോൾ കൊള്ള വിലയ്ക്ക് കൊടുക്കുക. ഒരു പാവം കൊടുക്കണം, നന്നായിട്ട് വാങ്ങിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് പാവപ്പെട്ടവന്റെ ഒരു അല്പം നീ ചൂഷണം ചെയ്താൽ ആ കച്ചവടക്കാരൻ ഇത് കേൾക്കുമ്പോൾ ഒരു പൊളിപ്പ്. അപ്പൊ മിക്കവാറും ബസ് കണ്ടക്ടർമാർ മുഴുവൻ നരകത്തിലാണ്. എനിക്ക് കണ്ടക്ടർമാർ എന്നോട് ദേഷ്യപ്പെടണ്ട, നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാ പറയുക. 9 രൂപ 50 പൈസയാണ് ടിക്കറ്റ് ഫെയർ. 10 രൂപ കൊടുത്തു, 50 പൈസ പിന്നെ തരാന്ന് പറഞ്ഞു. ഒട്ട് കൊടുത്തൂല്ല. ഈ കണ്ടക്ടർ അവിടെ പോകും. പൊന്നു മോനെ, നിന്നോട് സ്നേഹം കൊണ്ടാ നിനക്ക് കിട്ടിയത് 50 പൈസ, നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ സ്വർഗവും. അതുകൊണ്ട് നിന്നോട് സ്നേഹമുള്ള ഞാൻ പറയുക, 50 പൈസയാണ്
കടയിൽ വന്നു, 1 രൂപ ഇല്ല, പിന്നെ തിരിച്ചു തരാം. ഹക്കാണത്, ഹക്ക്. ഡീസൽ ലിറ്ററിന് 42.70. 7 കൊടുത്താൽ പറയാം, 7.30 തന്നെ. എനിക്ക് സ്നേഹമുള്ളതുകൊണ്ടാ ഞാൻ ദീൻ പറയുന്ന കാര്യത്തിൽ ഞാൻ ഒരു പരിഗണന ആർക്കും കൊടുക്കില്ല. പറഞ്ഞ എൻ്റെ റബ്ബനെ വിളിച്ചു ഒരു പരിഗണനയില്ല. ഇബ്രാഹിമാണെന്ന് ശരി, ദീനിന്റെ വെളിയിൽ നമ്മൾ ഞാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ആ മനുഷ്യരിൽ നിന്ന് വെറുതെ സത്യം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ആ സത്യം ചെയ്ത് കള്ളക്കച്ചവടം നടത്തുന്ന ആളുടെ ഇടയിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. എവിടെ നിന്നോ? അയാൾ പറഞ്ഞു, യാ അബ്ദല്ലാഹ് ഇത്തഖില്ലാഹ്, അള്ളാഹുടെ അടിമേ ഇത്തഖില്ലാ, പടച്ചറപ്പിനെ പേടിച്ചിട്ട് കച്ചവടം ചെയ്യ്, അള്ളാഹനെ ഭയന്നിട്ട് കച്ചവടം ചെയ്യ്. ലാ തുക്തിരിൽ ഹൽഫ, നീ ഇങ്ങനെ വല്ലാതെ കള്ളസത്യം ചെയ്യാതെ വെറുതെ സത്യം ചെയ്താൽ യസീദു ഫീ റിസ്ഖിക, നിന്റെ ലാഭത്തിൽ ഒരു വർധനവും ഉണ്ടാവുകയില്ല. സത്യം ചെയ്തെന്നോത്തിട്ട് ഒരു കച്ചവടത്തിൽ ലാഭം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് വെറുതെ കച്ചവടം ചെയ്യല്ല മോനെ. നീ സത്യം ചെയ്തില്ല എന്നോത്തിട്ട് അള്ളാഹു തരാൻ തീരുമാനിച്ചതിൽ കുറവും വരില്ല മോനെ. പൊന്നു കച്ചവടക്കാരെ ശ്രദ്ധിച്ചു കൊള്ളുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അത്രേ, എന്തിനാണ് നീ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത്? ആ കച്ചവടം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അള്ളാഹനെ സൂക്ഷിക്കാൻ ഒരാൾ പറഞ്ഞപ്പോ ആ കച്ചവടക്കാർ കിട്ടപ്പെട്ടിട്ടില്ല. അവര് പറഞ്ഞു അത്രേ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാ മതി, നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. ആ സ്വയത്താ മനുഷ്യൻ പറഞ്ഞു, ഇപ്പൊ ഇടപെടാൻ അള്ള എന്നെ പറഞ്ഞു വിട്ടതാണ്, ഇവിടെ ഇടപെടേണ്ടവൻ ഞാനാണ്. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു, ഇന്ന മിൻ ആയാത്തിൽ ഈമാനി, സത്യവിശ്വാസത്തിന്റെ അടയാളത്തിൽ പെട്ടടാ അൻ തുഗ്സിറ സിദ്ക, അൻ തുഗ്സിറ സിദ്ക, കച്ചവടം ചെയ്യുമ്പോൾ സത്യം പറയുക. മറ്റുള്ളവരോട് കള്ളം പറയുന്നതിനെ സൂക്ഷിക്കുക. ഇത് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ അവിടെ നിന്ന് നടന്നുപോയി. ഇബ്നു ഉമർ റളിയല്ലാഹു തആല കച്ചവടക്കാരനോട് പറഞ്ഞു, ആ മനുഷ്യന്റെ അടുത്തേക്ക് കടന്നു പോവുക, ആ മനുഷ്യന്റെ പുറകെ പോവുക, എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുക. രണ്ടാമതും ബഹുമാനപ്പെട്ട കച്ചവടക്കാരൻ ആ മനുഷ്യന്റെ പുറകെ പോയി അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, നിങ്ങളാ പറഞ്ഞ കാര്യം എനിക്കൊന്ന് രണ്ടാമതും പറഞ്ഞു തരുമോ? രണ്ടാമതും പറഞ്ഞു. ഏതുവരെ ആ വാക്കുകൾ ആ കച്ചവടക്കാരൻ കാണാതെ പഠിച്ചു. എന്നിട്ട് അയാൾ കച്ചവട സ്ഥലത്തേക്ക് തിരിച്ചു വന്നപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, ആ പോയ മനുഷ്യനാരെന്നറിയോ? അത് ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിട്ടുപോയ വിഷയത്തിന് അല്ലാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല കണ്ടിട്ടുണ്ട്. ഇനി രണ്ടും കൂടി രണ്ട് കാര്യത്തിൽ അവസാനിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറ ഉറക്കെ. ഏറ്റവും അവസാനത്തെ നിധി നിങ്ങളുടെ മുമ്പിൽ തരിക. ഞാൻ ദുആയിലോട്ട് കിടക്കാം. ഒരു കസേരടുത്ത് മുമ്പിലോട്ട് തീർന്നു, വിഷയം തോന്നുന്നു. ഇനി ഒരു നിധി നിങ്ങൾക്ക് തരാൻ പോ. തൊപ്പിയുള്ളവരൊക്കെ എടുത്ത് തൊപ്പി തലയിൽ വെക്കുക. തൊപ്പി വെക്ക്, തൊപ്പി വെക്ക് ഉള്ളവരൊക്കെ. ഇല്ലാത്തവരൊക്കെ തലമറക്കി ഫുൾക്കൈ ചുരുട്ടി വെച്ചവരൊക്കെ ഒന്ന് നിർത്തിയില്ല. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് തരാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിവർത്തിയിട്. ഇനി ഇൻഷാ അല്ലാഹ് എന്റെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം 25-26 തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ, പുതുവത്സര പ്രഭാഷണം കോഴിക്കോട് കടപ്പുറത്ത് 31-ാം തീയതി ലക്ഷക്കണക്കിന് ആളുകൾ കടപ്പുറത്ത് കൂടുന്നു. 1 കോടി ഇസ്തിഗ്ഫാർ ചൊല്ലിയാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും എത്തുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ഇരിക്കും. എല്ലാവരും ഒരു 10 കാര്യം മുസബ്ബഅത്തുൽ അശർ ഞാൻ ഇന്നവരെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. നിങ്ങൾക്കാണ് ആദ്യം. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടവരല്ല ഈ സദസ്സ്. എന്തോ പറഞ്ഞേ, ഒരു സഹോദരൻ 1 സെന്റ് സ്ഥലം തക്കബ്ബർ അല്ലാഹ്
മാതാപിതാക്കളെ ജീവിച്ചിരിപ്പുണ്ട് ദുആ ചെയ്യുന്ന അല്ലാഹുവേ ഏറ്റവും നല്ല സമയം മുസബ്ബഅത്തുൽ അശർ പറഞ്ഞു കൊടുക്കുമ്പോൾ റബ്ബേ അതിന്റെ ബറക്കത്ത് കൊണ്ട് മാതാപിതാക്കൾക്ക് നീ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ, പടച്ചവനെ നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. ആ മാതാപിതാക്കൾക്ക് നീ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ, നൽകണേ അല്ലാ.